ഓക്കെ, ഇനിയുള്ള ഒരു മണിക്കൂർ സമയം കൊണ്ട് നമുക്ക് 12-ാം അധ്യായം കൂടെ തീർക്കാൻ കഴിയും. 12-ാം അധ്യായം കുറെ കൂടെ ലളിതമാണ്, തികച്ചും പ്രായോഗികമായ നമ്മുടെ അനുദിന ക്രിസ്തീയ ജീവിതവുമായി ബന്ധപ്പെട്ട അധ്യായമാണ്. നമുക്ക് ധാരാളം വായിക്കുകയും പ്രസംഗിക്കുകയും പ്രസംഗം കേൾക്കുകയൊക്കെ ചെയ്യുന്ന അധ്യായമാണ്. അതിനും ആ അധ്യായത്തിൽ നിന്നും ഏതാണ്ടൊരു 10 ചോദ്യങ്ങൾ ഉത്തരങ്ങളുമാണ് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. പക്ഷേ മറ്റേതിനേക്കാൾ അല്പം കൂടെ വിശദീകരണം ആവശ്യമുള്ളതാണ്. 14-ാമത്തെ പേജ് എല്ലാവർക്കും എടുക്കാം. നോട്ട്സിൽ 14-ാമത്തെ പേജ്, റോമർ 12, പേജ് നമ്പർ 14. റോമർ 12 എന്നാണ് തലക്കെട്ട്. ഒന്നാമത്തെ ചോദ്യം, റോമർ 12:1 പൗലോസ് നടത്തുന്ന പ്രധാന അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രബോധനം. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിലേക്ക് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നതെന്നാണ് നമ്മുടെ തർജ്ജമയിൽ. ഇംഗ്ലീഷിൽ ബസീച്ച് എന്നൊരു വാക്കാണ്. ബസീച്ച് എന്നുള്ള വാക്കിൻ്റെ ശരിയായ അർത്ഥം അഭ്യർത്ഥന എന്നാണ്. അവിടെ വാസ്തവത്തിൽ ആ വാക്യം തുടങ്ങുന്നത് ഇംഗ്ലീഷിൽ നോക്കിയാൽ therefore, അതുകൊണ്ട് എന്ന് പറഞ്ഞാണ്. എന്തുകൊണ്ടോ ആ വാക്ക് നമ്മുടെ തർജ്ജമയിൽ വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ പലയിടത്തും സംഭവിച്ചിട്ടുണ്ട്. മലയാളം തർജ്ജമയിൽ പലയിടത്തും ഈ അതുകൊണ്ടെന്നുള്ള വാക്ക് വിട്ടുകളഞ്ഞിട്ടുണ്ട്. എഫേസ്യർ 4:1 റോമർ 12:1 ഒക്കെ അത് വിട്ടുകളഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് എന്ന് പറഞ്ഞാണ് പൗലോസ് ആരംഭിക്കുന്നത്. എന്തിനാണ് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്? അതുകൊണ്ടെന്ന് പറയുമ്പോൾ സ്വാഭാവികമായൊരു ചോദ്യം നമ്മുടെ മനസ്സിൽ ഉദിക്കും, അല്ലെ ഉദിക്കണം. ഏതുകൊണ്ട്? വാസ്തവത്തിൽ ആദ്യത്തെ 11 അധ്യായങ്ങളിൽ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചും കൃപയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു അഭ്യർത്ഥന അല്ലെങ്കിൽ പ്രബോധനമാണ് 12-ാം അധ്യായം. അത് നാം മറന്നു പോകരുത്. ഇത്രയൊക്കെ ദൈവം ചെയ്തു, സോ വാട്ട്? അതുകൊണ്ട് എന്താണ് നമ്മുടെ പ്രതികരണം? അതാണ് അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ എന്നാണ് തുടങ്ങുന്നത്. ശരി, എന്താണ് അവിടെ പൗലോസ് നടത്തുന്ന പ്രബോധനം അല്ലെങ്കിൽ അഭ്യർത്ഥന? വേണമെങ്കിൽ അഭ്യർത്ഥനയുടെ മുകളിൽ പ്രബോധനം എന്ന് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. കാരണം മലയാളം തർജ്ജമയിൽ പ്രബോധനം എന്ന വാക്കാണ്. വിശുദ്ധവും ദൈവത്തിന് സ്വീകാര്യവുമായ ഒരു ജീവനുള്ള യാഗമായി തങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കാൻ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസികളോട് കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരെ ഉത്സാഹിപ്പിക്കുകയാണ്. ഇതവരുടെ ന്യായമായ ആരാധനാത്മകമായ സേവനമാണ്, വർഷിപ്ഫുൾ സർവീസ്. അത് ബുദ്ധിയുള്ള ആരാധനയായി എന്ന് നമ്മൾ വായിക്കുന്നു. അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ഇന്നലെ ഞാൻ പറഞ്ഞു, ആരാധനയ്ക്ക് 2 ഗ്രീക്ക് പദങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ലാട്രിയ ഉണ്ട്, പ്രോസ്ക്യൂനിയ ഉണ്ട്. ഇവിടെ ലാട്രിയ ആണ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, വാസ്തവത്തിൽ ആരാധന ദൈവത്തിന് കൊടുക്കലാണ്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ വാക്കുകൾ കൊണ്ട് ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ മഹത്വം അംഗീകരിച്ച് ഏറ്റുപറയാം, ദൈവം ചെയ്ത നന്മകൾക്കുള്ള സ്തുതികൾ അർപ്പിക്കുക. അത് വാക്കുകൾ കൊണ്ട് ചെയ്യുന്നതാണ്. എന്നാൽ പ്രവൃത്തികൾ കൊണ്ട് ചെയ്യുന്നതിനാണ് ലാട്രിയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതം തന്നെ ആരാധനയാകണമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം. നമ്മുടെ വാക്കുകളും നാവും പോരാ, നമ്മുടെ ശരീരത്തെ തന്നെ സമർപ്പിക്കണം. വാക്കുകൾ കൊണ്ട് നമ്മൾ പല നല്ല കാര്യങ്ങൾ പറയും, അത് നല്ലതാണ്, അത് വേണം, അത് പോരാ. അതിലുപരിയായിട്ട് നമ്മുടെ ശരീരത്തെ അല്ലെങ്കിൽ ശരീരങ്ങളെ എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഴുവാളത്വത്തെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കണം എന്നാണ് പറയുന്നത്. അത് ആരാധനാത്മകമായ സേവനമാണ്, അല്ലെങ്കിൽ വർഷിപ്ഫുൾ സർവീസാണ്. ദൈവം ചെയ്ത എല്ലാറ്റിനുമുള്ള ഒരു വിശ്വാസിയുടെ പ്രതികരണം ആണിത്. ആ ഒന്നാം വാക്യം ബൈബിളിൽ നിന്ന് വായിച്ചു. റോമർ 12:1. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിനെ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും. അത്രയും മതി. അത് ഓരോ വാക്യവും വളരെ വിലപ്പെട്ടതാണ്. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധന, ഇംഗ്ലീഷൊക്കെ റീസണബിൾ സർവീസാണ്. ഇതൊരു ന്യായമായ സേവനമാണ്. ഇത്രയൊക്കെ ദൈവം ചെയ്തെങ്കിൽ ന്യായമായിട്ട് നമുക്കെന്താണ് ചെയ്യാൻ കഴിയുന്നത്? ന്യായമായിട്ട് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ശരീരത്തെ സമർപ്പിക്കുക ദൈവത്തിന് വേണ്ടി. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ പഴയ കാലത്ത് ഈ അടിമ കച്ചവടം ഉണ്ടായിരുന്ന സമയത്ത് നടന്നൊരു സംഭവം ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതോ മിഷണറിമാരെ ഏതോ സ്ഥലത്ത് ചെന്നപ്പോൾ, ആഫ്രിക്കയിലെ ഏതോ സ്ഥലത്താണ് ചെന്നപ്പോൾ, ഈ അടിമ ചന്തയുണ്ട്.
അടിമകളെ എല്ലാം ഇങ്ങനെ കൊണ്ട് നിരനിരയാതെ നിർത്തിയിരിക്കുക വിൽക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ വളരെ ബലഹീനനായ അല്പം പ്രായമുള്ള ഒരു അടിമയെ കണ്ടു. അപ്പോൾ ഈ മിഷണറിക്ക് സഹതാപം തോന്നി. അവൻ്റെ വില ചോദിച്ച് ഒരു വില കൊടുത്ത് അടിമയെ അങ്ങ് വാങ്ങിച്ചു. എന്നിട്ട് അടിമയോട് ഈ മിഷണറി പറഞ്ഞു, ഞാൻ നിന്നെ വാങ്ങിച്ചെന്നേ ഉള്ളൂ, എനിക്ക് നിന്നെ കൊണ്ട് ജോലി ചെയ്യിക്കാനൊന്നും ആഗ്രഹമില്ല, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ നിന്നെ സ്വതന്ത്രനായിട്ട് വിടുന്നു. അങ്ങനെയുള്ള അവകാശം അന്നുണ്ട്. നമുക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങിച്ചിട്ട് സ്വതന്ത്രമായിട്ട് വിടാം, പിന്നെ ആർക്കും അടിമയാകേണ്ട ആവശ്യമില്ല, ഞാൻ നിന്നെ സ്വതന്ത്രനായിട്ട് വിടുന്നു എന്ന് പറഞ്ഞു അവനോട്. അപ്പോൾ അവൻ കണ്ണുനീരോടെ പറഞ്ഞു, എന്നെ ഇത്രയും സ്നേഹിച്ച് എനിക്ക് വേണ്ടി വില കൊടുത്ത ഈ ഒരു നല്ല യജമാനനെ ഉപേക്ഷിച്ച് ഞാൻ എവിടെ പോകാനാണെന്ന് ചോദിച്ചു. അതുകൊണ്ട് ഞാൻ താങ്കളുടെ കൂടെ തന്നെ വരിക എന്ന് പറഞ്ഞു. ന്യായമായൊരു പ്രതികരണമാണ്. അവരെവിടെ പോകാനാണ്? അവനോട് ആരും ഇതിനൊരു കരുണ കാണിച്ചിട്ടില്ല. അപ്പോൾ അവന് വേണ്ടി വലിയ വില കൊടുത്ത് പഴയ യജമാനൻ്റെ കയ്യിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി പറയുകയാണ്, പൊയ്ക്കോളാൻ പറഞ്ഞാൽ ഞാൻ എങ്ങും പോകുന്നില്ല, ഞാൻ അങ്ങയുടെ ദാസനാണെന്ന് പറഞ്ഞ് ഈ മിഷണറിയുടെ കൂടെ ഇദ്ദേഹം കൂടിയെന്നാണ് ചരിത്രം പറയുന്നത്. അത് നല്ല ചിത്രമാണ്. നമ്മളും അങ്ങനെ തന്നെയാണ്. നമ്മളെ പാപത്തിൻ്റെ അടിമച്ചന്തയിൽ നിന്ന് കർത്താവ് വില കൊടുത്ത് വാങ്ങിയതാണല്ലേ. 1 Corinthians 6:19 നാം വായിക്കുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ എന്താണ് ബാക്കി താങ്കൾക്കുള്ളവരല്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ശരീരവും ആത്മാവും പ്രാണനും എല്ലാം കർത്താവിനുള്ളതാണ്. കർത്താവ് വിലയ്ക്ക് വാങ്ങിയതാണ്. എങ്കിലും മനഃപൂർവമായി മനസ്സോടെ നാം തന്നെ നമ്മുടെ ശരീരത്തെ കർത്താവിന് സമർപ്പിക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അത് ന്യായമല്ലേ? തീർച്ചയായും ന്യായമാണ്. എന്താണ് റീസണബിൾ സർവീസ്. അതാണ് ഇംഗ്ലീഷിൽ മലയാളത്തിൽ ബുദ്ധിയുള്ള ആരാധന എന്ന് പറഞ്ഞിരിക്കുന്നത്. ന്യായമായ ആരാധനയായിട്ട് അത് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇത് പറഞ്ഞാണ് തുടങ്ങുന്നത്. കാരണം ഇനിയുള്ള കാര്യങ്ങൾ നമ്മുടെ ശരീരം കൊണ്ട് ചെയ്യുന്ന കാര്യമാണ്. ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി. അപ്പോൾ ജീവനുള്ള യാഗം എന്നൊരു പ്രയോഗമാണ് ഇവിടെ വരുന്നത്. അടുത്ത വാക്യത്തിൽ അത് വിശദീകരിക്കുന്നുണ്ട്. ജീവനുള്ള യാഗം. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരാം. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വായിക്കാം. രണ്ടാമത്തെ ചോദ്യം ഉത്തരവ് വായിക്കാമോ? ജീവനുള്ള യാഗം എന്നതുകൊണ്ട് പൗലോസ് എന്താണ് അർത്ഥമാക്കുന്നത്? ജീവനുള്ള യാഗം എന്നാൽ ഒരു വിശ്വാസിയുടെ ജീവിതം മുഴുവനും ദിവസേന മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിന്റെ മഹത്വത്തിനായി സമർപ്പിക്കുക എന്നാണ്. അത്രയും തൽക്കാലം മതി. പിന്നെ താഴ്ത്തുണ്ട് ജീവനുള്ള യാഗം. അത് ഒരു അപൂർവമായ പ്രയോഗമാണല്ലേ. പൗലോസ് എന്തിനാണ് അങ്ങനെ ഒരു പ്രയോഗം നടത്തിയത്? പഴയ നിയമത്തിലെ യാഗങ്ങൾ എങ്ങനെയുള്ള യാഗങ്ങളായിരുന്നു? പഴയ നിയമത്തിൽ ഒരാൾ വഴിപാട് അർപ്പിച്ചാലും യാഗം അർപ്പിച്ചാലും ഒരു മൃഗത്തെ, ജീവനുള്ള മൃഗത്തെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുമ്പോൾ അത് മരിക്കുകയാണല്ലേ. അതൊക്കെ ഒരർത്ഥത്തിൽ ഡെഡ് സാക്രിഫൈസ് ആയിരുന്നു. കൊന്നാണ് യാഗം അർപ്പിക്കുന്നത്. എന്നാൽ നമ്മുടെ യാഗം അത് ജീവനുള്ള യാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മെ തന്നെ യാഗമായി സമർപ്പിക്കുമ്പോൾ നാം മരിക്കുന്നില്ല, അക്ഷരാർത്ഥത്തിൽ മരിക്കുന്നില്ല. എന്നാൽ യാഗമായിട്ടൊന്നിനെ സമർപ്പിച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ കാലത്ത് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ ആരുടെ വകയാണ്? അത് ദൈവത്തിൻ്റെ വകയാണ്. അതാണ് അവിടുത്തെ പ്രിൻസിപ്പിൾ. ഒരു മൃഗത്തെ ദൈവത്തിന് കൊടുക്കാൻ വെച്ചാൽ പിന്നെ ദൈവത്തിൻ്റെ വകയായി കഴിഞ്ഞു, പിന്നെ അർപ്പിക്കുന്ന ആളിനല്ല. അതുപോലെ നിങ്ങളുടെ ശരീരങ്ങളെ അർപ്പിക്കണം. അതാണ് എൻ്റെ ആശയം. മനസ്സിലായത്? നമുക്ക് ജീവനുണ്ട്, നമ്മൾ മൃഗങ്ങളെയല്ല അർപ്പിക്കുന്നത്, നമ്മുടെ ശരീരത്തെ തന്നെ അർപ്പിക്കുകയാണ്. പക്ഷെ അർപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്വന്തമല്ല നമ്മുടെ ശരീരം, അത് ദൈവത്തിൻ്റെ വകയാണ്. 1 Corinthians 6:19 മണ്ണിൽ എഴുതിക്കൊള്ളുക. അത് നേരത്തെ അനുസരിച്ച വാക്യമാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കുക, നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല. അപ്പോൾ അങ്ങനെ അർപ്പിച്ച വ്യക്തികൾ പിന്നെ ആ മനോഭാവത്തോടെ ജീവിക്കണം. ഏത് മനോഭാവത്തോടെ? ശരീരം എൻ്റെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും, അല്ലേ? എന്നാൽ അത് ദൈവത്തിൻ്റെ വകയാണ്. ദൈവം എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. എൻ്റെ ശരീരവും എൻ്റെ ആത്മാവും പ്രാണനും എല്ലാം ദൈവത്തിൻ്റെയാണ്. 6:19 1 Corinthians 6:19. അപ്പം ആ ഒരു മനോഭാവത്തോടെ ജീവിക്കാനാണ് ആദ്യമേ ആഹ്വാനം ചെയ്യുന്നത്. കാരണം അത് മനസ്സിലായെങ്കിൽ, അത് ചെയ്യാൻ തയ്യാറായെങ്കിൽ ഇനിയും താഴെ പറയുന്ന ധാരാളം 1 Corinthians 6:19. അപ്പോൾ അത് അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ തുടർന്ന് പറയുന്ന അനേകം ചെറിയ ചെറിയ കൽപ്പനകളുണ്ട്, അതനുസരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് കടയ്ക്ക് കത്തി വെക്കാന്ന് പറഞ്ഞാൽ പൗലോസ് കൃത്യമായ സ്ഥാനത്താണ് ആരംഭിക്കുന്നത്. ശരീരത്തെ അങ്ങ് സമർപ്പിക്കും. ശരീരത്തെ സമർപ്പിച്ചാൽ സ്വാഭാവികമായിട്ട് പ്രവൃത്തികൾ അതിനെ പിന്തുടരും. ഇനിയും താഴോട്ട് പറയുന്ന ധാരാളം പ്രവൃത്തികളാണ്. അപ്പോൾ ശരീരത്തിൻ്റെ കാര്യം പറയാതെ പ്രവൃത്തിയിലേക്ക് വന്നാൽ അത് പ്രയോജനമില്ല. അതുകൊണ്ടാണ് അങ്ങനെ
പറയുന്നത് എന്ന് മനസ്സിലാക്കണം. അതാണ് ജീവനുള്ള യാഗം. പഴയത്തിലെ യാഗങ്ങളൊക്കെ ഡെഡ് സാക്രിഫൈസസ് ആയിരുന്നു, ജീവനില്ലാത്ത യാഗങ്ങളായിരുന്നു. എന്നാൽ നമ്മുടേത് ജീവനുള്ള യാഗമാണ്. എന്താണ് സമർപ്പിക്കുന്നത്? മൃഗങ്ങളെയല്ല, നമ്മുടെ ശരീരത്തെ തന്നെ. അവിടെ അത് എഴുതിയിട്ടുണ്ട്. ദിവസേന, ചില വാക്കുകൾ ശ്രദ്ധിക്കണം, നമ്മുടെ വിശ്വാസ ജീവിതം മുഴുവനും ദിവസേന മനസ്സോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ മഹത്വത്തിനായി സമർപ്പിക്കുക. ഓരോ പദം അർത്ഥവത്താണ്. പഴയത്തിൽ എങ്ങനെയായിരുന്നു? അത് ഒരു ദിവസമായിട്ട് സമർപ്പിച്ച് ആ യാഗം പൂർത്തീകരിക്കപ്പെടുകയാണ്. എന്നാൽ നമ്മളെ സംബന്ധിച്ച് ഇത് ദിവസം തോറും ചെയ്യണം. കീപ്പ് ഓൺ ഡൂയിങ്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ കർത്താവേ, ഞാൻ അങ്ങയുടെ വകയാണ്, എൻ്റെ ശരീരത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയോടെ നമ്മൾ ജീവിതം ആരംഭിക്കണം. അത് മനസ്സോടെ ചെയ്യണം, മറ്റാരും പറഞ്ഞിട്ടില്ല, നിർബന്ധത്താലില്ല. അങ്ങനെ ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത വാചകം, ദൈവത്തിന് അവൻ്റെ ഉദ്ദേശങ്ങൾക്കായി ദിവസേന സ്വയം സമർപ്പിക്കുന്ന ഒരാളാണ് ജീവനുള്ള യാഗം. ആരാണ് ജീവനുള്ള യാഗം? നമ്മൾ ഓരോരുത്തരും ജീവനുള്ള യാഗമാകണം. എന്താണ് അതിൻ്റെ പ്രത്യേകത? നമ്മൾ സ്വയം സമർപ്പിക്കണം, മനസ്സോടെ സമർപ്പിക്കണം. അങ്ങനെയുള്ള ആളിനെയാണ് ജീവനുള്ള യാഗം എന്ന് പറയുന്നത്. പഴയ യാഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത് തുടർച്ചയായതും സ്വമേധയാ ഉള്ളതും ആണ്. പഴയ യാഗം ഒരിക്കൽ മാത്രം ചെയ്ത് അവസാനിക്കുന്നതാണ്. എന്നാൽ അത് തുടർമാനമായിട്ട് ഉള്ളതാണ്. സ്വമേധയ മനസ്സോടെ ചെയ്യുന്നതാണ്. ക്രിസ്തീയ വിശ്വാസം പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ്. അതാണ് പൗലോസ് പറഞ്ഞ് തുടങ്ങുന്നത്. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് ധാരാളം പറഞ്ഞു. അത് പ്രായോഗിക ജീവിതത്തിൽ വെളിപ്പെടുത്തേണ്ടതാണ്, അല്ലെങ്കിൽ വെളിപ്പെടുന്നതാണ്. വിശ്വാസം അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റും. എന്താണ് വിശ്വാസം? വിശ്വാസം ദൈവത്തിലുള്ള ആശ്രയമാണ്. വാസ്തവത്തിൽ അത് അദൃശ്യമാണ്. ശരി, വിശ്വാസം കാണാൻ കഴിയും. നിങ്ങൾക്കെന്ത് തോന്നുന്നു? വിശ്വാസം കാണാൻ കഴിയും? വിശ്വാസം കണ്ടു എന്നൊരു വാക്യമുണ്ട്. എവിടെയാണ്? അല്ല, പുതിയത്തിൽ സുവിശേഷങ്ങൾ യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് എന്ന് നമ്മൾ വായിക്കുന്നു. മർക്കോസ് 2:5. അവിടെ ആ പക്ഷപാതക്കാരനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ 4 പേർ കൊണ്ടുവന്ന് അത് മേൽക്കൂരയൊക്കെ അതൊക്കെ ഇളക്കി അവിടെ വെക്കുമ്പോൾ മർക്കോസ് യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട്. അപ്പോൾ വിശ്വാസം കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കാണാം. എങ്ങനെ? വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട്. അതുകൊണ്ടാണ് പിൽക്കാലത്ത് യാക്കോബ് എഴുതിയത് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമത്രേ. അവിടെ പറയുന്ന വിശ്വാസം മനസ്സിലാക്കണം. ഒരു നാണയത്തിന് 2 വശങ്ങൾ ഉള്ളതുപോലെ വിശ്വാസത്തിന് 2 വശങ്ങളുണ്ട്. ഒന്ന് സേവിങ് ഫെയ്ത്ത്, രക്ഷിക്കുന്ന വിശ്വാസം. അതാണ് എഫേസ്യർ 2:8 അതുപോലെ റോമർ 4:5 പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട്. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഓരോ വ്യക്തിയും ഓരോ ദിവസവും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കണം. ആ ദൈവാശ്രയത്തെയാണ് സസ്റ്റെയിനിങ് ഫെയ്ത്ത്, അല്ലെങ്കിൽ സംരക്ഷിക്കുന്ന വിശ്വാസം, നിലനിർത്തുന്ന വിശ്വാസം എന്ന് പറയുന്നത്. ഈ വാക്കുകൾ അതുപോലെ ബൈബിളിലില്ല, ആശയങ്ങളുണ്ട്. ഒന്ന് രക്ഷിക്കുന്ന വിശ്വാസം, നമ്മെ പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് വിടുവിക്കുന്ന വിശ്വാസം. മറ്റേത് അനുദിന ജീവിതത്തിലുള്ള ദൈവാശ്രയം, അതാണ് നിലനിർത്തുന്ന വിശ്വാസം. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് കാണാൻ കഴിയുന്നത്. അതാണ് മർക്കോസ് 2:5 അവർ വെളിപ്പെടുത്തിയത്. അത് തന്നെയാണ് യാക്കോബും പറയുന്നത്. വാസ്തവത്തിൽ യാക്കോബിന്റെ ലേഖനം വായിക്കുമ്പോൾ, റോമാലേഖനം പരിചയമുള്ളപ്പോൾ സംശയം തോന്നുന്നു. പൗലോസ് എഴുതുന്നതിന് വിപരീതമായിട്ടല്ലേ യാക്കോബ് എഴുതുന്നതെന്ന് തോന്നിപ്പോകും. എന്നാൽ 2 പേരും വിശ്വാസങ്ങളുടെ 2 തലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് മനസ്സിലാക്കണം. പൗലോസും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നതല്ല, ജീവിക്കും. അത് പറയുമ്പോൾ പൗലോസും ഇത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സസ്റ്റൈനിങ് ഫെയ്ത്ത്, നിലനിർത്തുന്ന വിശ്വാസം, ജീവനുള്ള വിശ്വാസം. അപ്പോൾ പൗലോസും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ യാക്കോബിൻ്റെ ഊന്നൽ മുഴുവൻ ഈ ജീവനുള്ള നിലനിർത്തുന്ന വിശ്വാസം ആണ്. കാരണം യഹൂദ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവർക്ക് പെട്ടെന്ന് ഈ വിശ്വാസത്താൽ മാത്രം രക്ഷ, അല്ലെ പ്രവൃത്തിയൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ചിലർ ഒരു എക്സ്ട്രീമിൽ അങ്ങ് പോയി. ഈ ഒരു പ്രവൃത്തി ആവശ്യമില്ല, എല്ലാം വിശ്വാസം അല്ലേ. നമുക്ക് മലയാളത്തിൽ ഒരു പരസ്യവാചകമുണ്ട്, ഏതോ ഒരു സിൽക്ക് കമ്പനി, വിശ്വാസം അത് തന്നെയല്ലേ എല്ലാം എന്നല്ലേ. രാജകുമാരി ജുവലേഴ്സിൻ്റെ സിൽക്സിൻ്റെ ഒരു പരസ്യമുണ്ട്, വിശ്വാസം അത് തന്നെയല്ലേ എല്ലാം.
അപ്പോൾ അവിശ്വാസികളും ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കുകയാണ്. അങ്ങനെ പോയപ്പോഴാണ് യാക്കോബ് അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് എഴുതുകയാണ്, നിന്റെ വിശ്വാസം പ്രവൃത്തി ഇല്ലാതെ കാണിച്ചു തരിക, ഞാൻ കാണിച്ചു തരാൻ പ്രവൃത്തിയുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകണം. നമുക്ക് വിശ്വാസമുണ്ട്, രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, നിലനിർത്തുന്ന വിശ്വാസമുണ്ട്. അപ്പോൾ അത് പ്രവൃത്തിയിൽ കൂടെയാണ് വെളിപ്പെടേണ്ടത്. ഉദാഹരണങ്ങളൊക്കെ പറയാൻ ധാരാളമുണ്ട്. ഞാൻ ഒരു ഉദാഹരണം പെട്ടെന്ന് പറയാം. ഈ മഹാനായ എബ്രഹാം ലിങ്കനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ടല്ലേ? എബ്രഹാം ലിങ്കൺ ആരായിരുന്നു അദ്ദേഹം? നമുക്കറിയാം, അടിമത്തം നിർത്തലാക്കി അവർ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചിട്ടുള്ളത് തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളൊക്കെയാണ്. എന്നാൽ ഇദ്ദേഹം ഒരു കർമ്മ വിശ്വാസിയുമായിരുന്നു. അത് പാഠപുസ്തകത്തിലൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചരിത്രമായിട്ടുള്ള മറ്റു പലരും പറയുന്നുണ്ട്. നല്ലൊരു വിശ്വാസിയായിരുന്നു. അപ്പോൾ എന്നാൽ നമ്മുടെ കൂട്ടൊന്നും പ്രസംഗാനൊന്നുമല്ല, ഭക്തിയോടെ ജീവിച്ചൊരു മനുഷ്യൻ. ഇദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം ആദ്യകാലത്ത് ഒരു വക്കീലായിരുന്നു. അങ്ങനെയാണ് തൻ്റെ ജീവിതം, കരിയർ ആരംഭിക്കുന്നത്, തൊഴിൽ ആരംഭിക്കുന്നത്. അക്കാലത്തൊന്നും താൻ ഒട്ടും പ്രസിദ്ധനല്ല. ഒരു ദിവസം തനിക്ക് 35-36 വയസ്സുള്ള ഒരു സമയത്ത് ഒരു ദിവസം ഒരു അപരിചിതൻ എബ്രഹാം ലിങ്കൻ്റെ വീട്ടിൽ വന്നപ്പോൾ എബ്രഹാം ലിങ്കൻ അവിടെ വീട്ടിലില്ല. മൂത്ത മകനുണ്ട്. മകനോട് ചോദിച്ചു, എൻ്റെ ഡാഡി എന്ത് ചെയ്യും? അപ്പോൾ ഈ മകൻ പറഞ്ഞു, എൻ്റെ ഡാഡി റെയിൽവേ സ്റ്റേഷനിൽ പോയിരിക്കുകയാണ്, ആരെയോ സ്വീകരിക്കാൻ വേണ്ടി, അവിടെ ചെന്നാൽ കാണും. അപ്പോൾ ഈ അപരിചിതൻ പറഞ്ഞു, ഞാൻ നിൻ്റെ ഡാഡിയെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല, പേരുകൊണ്ടുള്ള പരിചയമേ ഉള്ളൂ, പേരുകൊണ്ടറിയാം. അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് നിൻ്റെ ഡാഡിയെ കണ്ടുപിടിക്കുന്നത്? അപ്പോൾ ഈ മകൻ പറഞ്ഞു, എൻ്റെ ഡാഡി നല്ല ഉയരമുള്ള ഒരാളാണ്, മെലിഞ്ഞ ഒരു മനുഷ്യനാണ്. എബ്രഹാം ലിങ്കൻ്റെ ഫോട്ടോ കണ്ടിട്ടുള്ളവർക്കറിയാം. അങ്ങനെ ശരിയാണ്, അതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ഇദ്ദേഹം തൃപ്തനായി. അദ്ദേഹം പറഞ്ഞു, നല്ല മെലിഞ്ഞ ഉയരമുള്ള എത്രയോ മനുഷ്യരുണ്ട്, ഒരു റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് എൻ്റെ ഡാഡി എങ്ങനെ കണ്ടുപിടിക്കും? അപ്പോൾ ഈ മകൻ ഒരു കാര്യം പറഞ്ഞു, മൂന്നാമത്, മിസ്റ്റർ, നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, അവിടെ ഒരു സ്ഥലത്ത് നിൽക്കുക. എൻ്റെ ഡാഡിക്ക് ഒരു പ്രത്യേകതയാണ്, എൻ്റെ ഡാഡി ഒരിക്കലും അലസനായിട്ടിരിക്കുകയില്ല. എൻ്റെ ഡാഡി എപ്പോഴും ആരെയെങ്കിലും സഹായിച്ചു കൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഡാഡിയുടെ പ്രത്യേകത. നിങ്ങൾ അവിടെ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുക, അവിടെ ഒരു സ്ഥലത്ത് നിൽക്കുക, അവിടെ ആരെയെങ്കിലും പ്രായമുള്ളവരെ ഒന്ന് ട്രെയിനിൽ കയറാനോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലഗേജ് എടുത്തു കൊടുക്കാനോ ഒരാൾ ഇങ്ങനെ ഉയരമുള്ള മെലിഞ്ഞ ഒരു മനുഷ്യൻ സഹായിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പാക്കുന്നത് എൻ്റെ ഡാഡിയാണ്. നോക്കുക, ആ മകൻ്റെ സാക്ഷ്യം ഒരു ചരിത്ര സംഭവമാണ്. ഈ മനുഷ്യൻ നിവൃത്തിയില്ലാതെ പോയി, ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഇദ്ദേഹത്തെ കണ്ടുപിടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മകൻ പറയുന്നതാണ്, നമ്മുടെയൊക്കെ മക്കൾ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മളെക്കുറിച്ച് പറയുന്നത് മൈക്കിൻ്റെ കൂടെ പറയാൻ പറ്റത്തില്ലല്ലേ? എൻ്റെ ഡാഡിയെ എൻ്റെ ഡാഡിയെ കണ്ട പ്രശ്നമൊന്നുമില്ല, 24 മണിക്കൂറും ടി വിയുടെ മുമ്പിലാണ്, അല്ലെങ്കിൽ മൊബൈൽ സ്ക്രാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു പറയല്ലേ. ഇതൊക്കെയാണ് നമ്മളെക്കുറിച്ചുള്ള സാക്ഷ്യം. അപ്പം പറഞ്ഞതാണ്, എൻ്റെ ഡാഡി എപ്പോഴും ആരെങ്കിലുമൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കും. അത് 100% ശരിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എബ്രഹാം ലിങ്കൻ ഒരു പ്രസംഗനൊന്നും അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ സുവിശേഷ പ്രസംഗനല്ലായിരുന്നു. പക്ഷേ തൻ്റെ വിശ്വാസം മറ്റുള്ളവർക്ക് ദൃശ്യമായിരുന്നു. എങ്ങനെ? വിശ്വാസത്തിൻ്റെ പ്രവർത്തികളിൽ കൂടെ എന്നൊക്കെ നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാറുണ്ട്. ഞാൻ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ ജീവനുള്ള യാഗമായിട്ട് നമ്മുടെ ശരീരത്തെ അർപ്പിക്കണം. എന്നിട്ട് അത് രണ്ടാം ഭാഗത്തിലേക്ക് വരാം. എന്നുവെച്ചാൽ ചോദ്യത്തിലേക്ക് വന്നാൽ 13ാമത്തെ ചോദ്യം, ഈ ലോകവുമായി അനുരൂപപ്പെടാതിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? രണ്ടാം വാക്യം ഒന്ന് വായിച്ചു. സമർപ്പിപ്പീൻ, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നും തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുകയും. സമർപ്പിക്കണം, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അതുപോലെ അപ്പോൾ അവിടെ പറയുകയാണ്, ഒത്തിരി കാര്യങ്ങൾ ഈ 2 വാക്യത്തിൽ തന്നെ ഉണ്ട്. അതുകൊണ്ടാണ് പല ചോദ്യങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലോകവുമായിട്ട് അനുരൂപപ്പെടരുത് എന്ന് പറയുന്നു. അങ്ങനെ പെടാതെ ജീവിക്കാൻ വേണ്ടി മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്താണ് ഈ ലോകവുമായി അനുരൂപപ്പെടുക? ഞാൻ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചു, ലോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. വാസ്തവത്തിൽ ലോകം എന്നുള്ള വാക്കിൻ്റെ എത്ര അർത്ഥങ്ങൾ അറിയാം? നിങ്ങൾക്ക് എത്ര അർത്ഥങ്ങൾ അറിയാം? ലോകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥങ്ങൾ എന്ന് പറഞ്ഞ്, ഒന്നാമത്തെ അർത്ഥം ഈ ഭൂമി. ഞാൻ വാക്യങ്ങളൊന്നും പറയുന്നില്ല, നമുക്ക് അറിയാമല്ലോ. ഈ ഭൂമിയെ ലോകം എന്ന് പറയുന്നത്. ലോകവും അതിലുള്ളതൊക്കെ യഹോവയ്ക്കുള്ളതൊക്കെ നമ്മൾ വായിക്കും. അത് ഭൂമി, അതൊരർത്ഥം. ദൈവം ലോകത്തെ സൃഷ്ടിച്ചപ്പം പ്രപഞ്ചം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഭൂമി, പ്രപഞ്ചം, അതൊരർത്ഥം. രണ്ടാമത് യോഹന്നാൻ 3:16 പറഞ്ഞു കഴിഞ്ഞു, മനുഷ്യൻ, അതും ലോകമാണ്. പിന്നെ ഇവിടെ പറയുന്ന ലോകം അത് ലോകത്തോട് അനുരൂപരാകരുത് എന്ന് പറയുമ്പോൾ ഏത് ലോകമാണ്? ഈ ലോകത്തിൽ ഒരു പാപത്തിൻ്റെ ഒരു വ്യവസ്ഥിതിയുണ്ട്, അനീവൽ സിസ്റ്റം. അല്ലെങ്കിൽ അതുകൂടെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞാൽ,
ഈ ലോകത്തിലെ അവിശ്വാസികൾ അവലംബിക്കുന്ന ഒരു മൂല്യങ്ങൾ, വാല്യൂ സിസ്റ്റം എന്ന് പറയും. അവർ പ്രാധാന്യം കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അനുകരിക്കരുത് എന്നാണ് പറയുന്നത്. ഈ ലോകത്തിലെ പാപവ്യവസ്ഥിതി എന്ന് നമുക്ക് എഴുതാം. പാവത്തിൻ്റെ വ്യവസ്ഥിതി, അനീവൽ സിസ്റ്റം മലയാളത്തിൽ പറഞ്ഞാൽ പാവത്തിൻ്റെ വ്യവസ്ഥിതി, അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ മൂല്യങ്ങൾ. ഞാൻ അല്പം വിശദീകരിക്കും. ഈ ലോകം വിലമതിക്കുന്ന പല കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ലോകം ഉദ്ദേശിക്കുന്ന അവിശ്വാസികളുടെ സമൂഹം, അവർ വിലമതിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ അനുകരിക്കരുത് എന്നാണ് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ജീവിതശൈലി എഫേസ്യർ 2 അത് പറയുന്നുണ്ട്. എഫേസ്യർ 2 വായിക്കുമ്പോൾ അത് അറിയാൻ പറ്റും. അത് ഈ ലോകത്തിൻ്റെ കാലഗതിയെയും എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഈ ലോകത്തിലെ അവിശ്വാസികളായ മനുഷ്യരുടെ ഒരു ജീവിതശൈലിയുണ്ട്. ആ ജീവിതശൈലി എന്ന് പറയുന്നത് അവർ പ്രാധാന്യം കൊടുക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ചുള്ള ജീവിതശൈലിയാണ്. ശരി, ഈ ലോകത്തിലെ മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് എന്താണ്? പണമാണ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം, അല്ലേ? പണത്തിൻ്റെ വില പരുത്തും പറക്കയില്ല എന്നൊക്കെ ചൊല്ലുണ്ടല്ലോ, അല്ലേ? അത് വിശ്വാസം മാത്രമല്ല, നമ്മൾ വിശ്വാസവും ഏറെക്കുറെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ അത് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ പണമാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ലോക മനുഷ്യർ ഒരു തീരുമാനമെടുക്കുമ്പോൾ അവരെപ്പോഴും നോക്കുന്നത് എനിക്കതുകൊണ്ട് എന്ത് ലാഭം കിട്ടും, എനിക്കെന്താണ് നേട്ടം സാമ്പത്തികമായിട്ട്. അതനുസരിച്ചാണ് അവരെല്ലാ തീരുമാനവും എടുക്കുന്നത്. അവരൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു വിവാഹാലോചന വരുമ്പോൾ അവർ തീരുമാനം പറയുമ്പോഴും എല്ലാം ഈ പണമാണ് അവർക്കൊരു പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ. അവർക്ക് പണമാണ് ഏറ്റവും പ്രധാനം. പിന്നെ ഈ ലോകം വിലമതിക്കുന്ന പല കാര്യങ്ങൾ ഉണ്ട്. നല്ല വിദ്യാഭ്യാസം, അല്ലെങ്കിൽ നല്ല കുടുംബ മഹിമ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇതൊന്നും മോശമാണ്, അതിൽ തന്നെ മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. എന്നാൽ ഇതിനാണ് അവർ മുൻഗണന കൊടുക്കുന്നത്. അതാണ് വിഷയം. ഇതാണ് അവർക്ക് മുൻഗണന. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് എന്തായിരിക്കണം മുൻഗണന? മുൻപേ ദൈവത്തിൻ്റെ രാജ്യവും നീതിയും. അതുപോലെ ഇനിയും വാക്യങ്ങളുണ്ട്. വേദപുസ്തകം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് യഹോവ ഭക്തിക്കാണ്, ദൈവഭയം. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടും. അതുപോലെ യഹോവ ഭക്തിയുള്ള സ്ത്രീയെക്കുറിച്ചൊക്കെ സവിശ്വാസത്തിൽ വായിക്കുന്നു. അതൊക്കെയാണ് ദൈവിക കാര്യങ്ങൾക്കാണ് ദൈവമക്കൾ മുൻഗണന കൊടുക്കുന്നത്. ഈ ലോകത്തിൻ്റെ മക്കൾ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും ഈ ലോകത്തിലെ അനേക കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവലംബിക്കരുത് എന്നാണ് പറയുന്നത്. ഞാൻ കൂടുതൽ പ്രായോഗിക ഉദാഹരണങ്ങളിലേക്ക് പോകുന്നില്ല, അത് ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. അപ്പോൾ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ നമ്മൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും ചിന്തിക്കേണ്ടത്, ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഇതുകൊണ്ട് ദൈവനാമം കൂടുതൽ മഹത്വപ്പെടുമോ, അതോ എനിക്ക് കുറച്ച് നേട്ടങ്ങളുണ്ടാകും അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു, അങ്ങനെ തീരുമാനമെടുക്കുന്നു, അങ്ങനെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഇന്ന് പലപ്പോഴും ദുഃഖമുണ്ട്, വിശ്വാസ സമൂഹം അങ്ങനെ തന്നെ തീരുമാനം എടുക്കുന്നത്, അല്ലേ? ഇവിടെയൊക്കെ അറിയാമല്ലോ, കേരളത്തിലൊക്കെ നല്ല ജോലികളുള്ളവരും ഇന്ത്യയിൽ ജോലിയുള്ളവരൊക്കെ അതൊക്കെ കളഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോവുക. ഞാൻ ആരെയും വ്യക്തിപരമായിട്ട് കുറ്റം പറയാനല്ല. ഒരു ജോലി ഇല്ലാത്തയാൾ പോകുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷേ ഇന്ന് അങ്ങനെയാണോ സംഭവിക്കുന്നത്? ഇനി അല്ലെങ്കിൽ ഒരു നല്ല ജോലി ഇന്ത്യയിലുള്ള ആൾ അത് രാജിവെച്ചിട്ട് അതിനേക്കാൾ മെച്ചമായത് എങ്ങനെയും കൂടുതൽ പണം ഉണ്ടാക്കുക. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ഞാൻ 1998 തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. അത് രാജിവെച്ചാണ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നത്. അപ്പോൾ അന്ന് ഞാൻ പറയുമായിരുന്നു, കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് ജീവിക്കാൻ ഒരു തൊഴിൽ വേണം, പക്ഷെ തൊഴിലിന് വേണ്ടി ജീവിക്കരുത്. ഇതൊക്കെ നമ്മുടെ പ്രമാണം. ഇന്ന് പലരും പ്രാർത്ഥിച്ച് വലിയ വലിയ ജോലി കിട്ടിയത് അതുകൊണ്ട് എന്ത് സംഭവിച്ചു? യോഗത്തിന് പോകാൻ സമയമില്ല, ബൈബിൾ വായിക്കാൻ സമയമില്ല, കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. ഇതെല്ലാം അവഗണിച്ച് ഈ ലോകത്തിൻ്റെ ജോലിക്കും പണത്തിനും പ്രശസ്തിക്കും വേണ്ടി വിശ്വാസികൾ പോലും ചിലപ്പോൾ മനസ്സോടെ അല്ലാതെയും ജീവിച്ചു പോരുകയാണ്. അതാണ് ഈ ലോകത്തോട് അനുരൂപരാകുക എന്ന് പറഞ്ഞാൽ അർത്ഥം. ഓക്കെ, നോട്ട്സിലേക്ക് വരാം. ലോകത്തിൻ്റെ മൂല്യങ്ങളോ, 14 പേജാണ് ഞാൻ വായിക്കുന്നത്. 3ാമത്തെ ചോദ്യം: മൂല്യങ്ങളോ മാനദണ്ഡങ്ങളോ മനോഭാവങ്ങളോ. ലോകത്തിൻ്റെ മൂല്യങ്ങളുണ്ട്, ചില സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതാ മാനദണ്ഡങ്ങളുണ്ട്, അല്ല മനോഭാവം, ആറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഈ ലോക മനുഷ്യർ ഓരോരുത്തരെ കാണുന്നത് അവരുടേതായ സ്റ്റാൻഡേർഡ് വെച്ചാണ്. നമ്മെ രൂപപ്പെടുത്താൻ അനുവദിക്കാതിരിക്കുക എന്നാണ് ഇതിനർത്ഥം. പകരം ക്രിസ്ത്യാനികൾ അവരുടെ മനസ്സിൻ്റെ പുതുക്കലിലൂടെ രൂപാന്തരപ്പെടണം. മനസ്സിൻ്റെ പുതുക്കൽ, അതാർത്ഥ ചോദ്യത്തിനായിട്ട് എഴുതിയിട്ടുണ്ട്. അടുത്ത വാചകം: സാംസ്കാരികമായിട്ടല്ല, ബൈബിളിനനുസരിച്ച് ചിന്തിക്കുന്നതിനാണ് പൗലോസ് പ്രാധാന്യം നൽകുന്നത്. എന്താണ് ഈ സാംസ്കാരികമായിട്ട്? കൾച്ചർ. അതിന് മറ്റൊരു ഉദാഹരണം പറയാൻ സാധിക്കും. നമുക്കറിയാം, നമ്മളൊക്കെ പല
കൾച്ചർ, നമ്മളെല്ലാം മലയാളികളായതുകൊണ്ട് വലിയ കൾച്ചറൽ ഡിഫറൻസ് ഇല്ല. സുവിശേഷം ലോകം മുഴുവൻ വ്യാപിക്കപ്പെട്ടപ്പോൾ അന്ന് കടന്നു വന്നവർ പല സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്നാണ് കടന്നു വന്നത്. ചില സംസ്കാരങ്ങളിൽ നമ്മൾക്ക് തെറ്റെന്ന് വരുന്ന പല കാര്യങ്ങൾ തെറ്റല്ല, അത് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ രക്ഷിക്കപ്പെട്ട് വന്നവർ പലപ്പോഴും അന്ന് പറഞ്ഞ ന്യായം ഇന്നും അങ്ങനെ പറയുന്നവരുണ്ട്, ഇത് ഞങ്ങളുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടായിരിക്കും തെറ്റാണ്, പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് തെറ്റല്ല എന്ന് പറയുന്നവരുണ്ട്. ഒരു വാക്യം മാത്രം തീത്തോസ് 1:12 ഒന്ന് കുറിക്കുക. അവിടെ ക്രേത്തരെക്കുറിച്ച് പൗലോസ് രസകരമായ പ്രസ്താവന, ക്രേത്തരെക്കുറിച്ച് അവരുടെ തന്നെ ഒരു വിദ്വാൻ പറഞ്ഞ കാര്യം പൗലോസ് ഉദ്ധരിക്കുന്നുണ്ട്. ക്രേത്തരെക്കുറിച്ച് എന്താ പറയുന്നത്? അവർ തീത്തോസ് 1:12 ക്രേത്തർ സദാ അസത്യവാദികളും മടിയന്മാരായ പെരുവയറന്മാരും അത്രയുണ്ട്. അവരുടെ ഒരു വിദ്വാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. പൗലോസ് അത് കോട്ട് ചെയ്യുന്നുണ്ട്. അതവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. ക്രേത്തർ പൊതുവെ ജോലി ചെയ്യത്തില്ല, മടിയന്മാരാണ്, പക്ഷേ കഴിക്കും. ഒന്ന് ആലോചിച്ചോളൂ, ഒരു ജോലിയും ചെയ്യാതെ ഇരുന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? അവർ പെരുവേറന്മാരായി. പിന്നെ അവർ നാക്കെടുത്താൽ കള്ളമേ പറയുന്നു, സദാ അസത്യവാദി. അവരുടെ കൾച്ചറിൻ്റെ ഭാഗമാണ്. പക്ഷെ അങ്ങനെയുള്ളവർ രക്ഷിക്കപ്പെട്ട് വന്നു. അപ്പോൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ ഈ കൾച്ചർ ഉപേക്ഷിക്കുന്നേ പറ്റത്തുള്ളൂ. പിന്നെ ബിബ്ലിക്കൽ കൾച്ചറാണ്. നമുക്കൊരു കൾച്ചറേ ഉള്ളൂ, അത് ബിബ്ലിക്കൽ കൾച്ചറാണ്, വേദപുസ്തകത്തിൻ്റെ കൾച്ചറാണ്. നമ്മുടെ പഴയ കൾച്ചറിൽ പലതും ശരിയാകാം, തെറ്റാകാം. നമുക്കറിയാവുന്ന കേരളത്തിലെ തന്നെ ക്രിസ്ത്യാനികൾ, മറ്റ് പശ്ചാത്തലത്തിൽ വന്നവരും നമ്മളൊക്കെ ഇന്ന് ഫോളോ ചെയ്യുന്ന ചില കൾച്ചറൊക്കെ ഉണ്ടല്ലേ. രാവിലെ കല്യാണത്തിനൊക്കെ ഇറങ്ങുന്ന മുമ്പ് ഒരു സമയമൊക്കെ നോക്കും. എന്തുവാണ് പറയുന്നത്? രാഹുകാലമൊക്കെ നോക്കുന്നുണ്ടല്ലേ. ഇപ്പോഴൊക്കെ കുറഞ്ഞെന്ന് തോന്നുന്നു, പണ്ടതൊക്കെ ഇല്ലാതെ ഇറങ്ങിയില്ല. രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങേണ്ടി വന്നാൽ പറയും അമ്മാച്ചൻ വന്നില്ല, മറ്റൊരു വന്നില്ല, മുടത്തഞ്ഞായം പറഞ്ഞ് ഇത് താമസിപ്പിക്കും അല്ലേ, അത് പോട്ടെ. അപ്പം അങ്ങനെയൊക്കെയുള്ള അതൊക്കെ കൾച്ചറൽ പ്രാക്ടീസാണ്. അപ്പോൾ നമ്മൾ വിശ്വാസത്തിൽ വന്നെങ്കിലും പഴയകാല കൾച്ചറിൻ്റെ ആ ബാഗേജ് അത് പലപ്പോഴും ഉണ്ട്. അതൊന്നും പാടില്ലെന്നാണ് പൗലോസ് പറയുന്നത്. ഈ ലോകത്തോടെ അന്യൂകരാകരുത്. 4ാമത്തെ ചോദ്യം, മനസ്സ് എങ്ങനെ പുതുക്കപ്പെടുന്നു? എങ്ങനെയാണ്? അത് പ്രാക്ടിക്കൽ സൈഡിലേക്ക് വരികയാണ്. മനസ്സ് പുതുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ദൈവവചനത്തിലൂടെയും പരിശുദ്ധാത്മാവിലൂടെയും പുതുക്കപ്പെട്ട മനസ്സ് ദൈവഹിതം തിരിച്ചറിയുന്നത്. അതിന് മറ്റു കുറുക്ക് വഴിയൊന്നുമില്ല. നമ്മുടെ മനസ്സ് പുതുക്കപ്പെടുവാൻ വേണ്ടി ഒറ്റ മാർഗ്ഗമുള്ളൂ, ദൈവവചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം. ഇത് രണ്ടും ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. നാം രക്ഷിക്കപ്പെട്ടത് തന്നെ ദൈവത്തിൻ്റെ വചനവും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവും പ്രവർത്തിച്ചത് കൊണ്ടാണ്. മനസ്സ് പുതുക്കാനും ഇത് മാത്രമേ മാർഗമുള്ളൂ എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടെ ലളിതമായി പ്രായോഗികമായിട്ട് പറഞ്ഞാൽ, ദൈവവചനം, പ്രാർത്ഥന, ആരാധന എന്നിവയാണ് മാനസിക പുതുക്കത്തിന് ആവശ്യം. നാം എന്തിനു വേണ്ടിയാണ് വചനം വായിക്കുന്നത്? വചനം വായിച്ച് നമ്മുടെ മനസ്സ് ഒരു ബിബ്ലിക്കൽ മൈൻഡായിട്ട് മാറണം. വേദപുസ്തകം കൺട്രോൾ ചെയ്യുന്ന ഒരു മനസ്സായിട്ട് മാറണം. വേദപുസ്തകത്തിലെ ചിന്തകൾ നമ്മുടെ ചിന്തകളായിട്ട് മാറണം. അത് വേദപുസ്തകം ധാരാളം വായിക്കുകയും 119 സങ്കീർത്തനം 11 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ എന്ത് ചെയ്യുന്നു? എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കും, അല്ലെങ്കിൽ മനസ്സിൽ സൂക്ഷിക്കുന്നു. നമ്മൾ വചനം സൂക്ഷിക്കുന്നത് മേശപ്പുറത്തും ഷെൽഫിലൊക്കെയാണ്. അതല്ല, അത് ഹൃദയത്തിലാകണം. അത് ഹൃദയത്തിലാകുമ്പോൾ, മനസ്സിലാകുമ്പോൾ അത് മനസ്സിനെ സ്വാധീനിക്കും. തീർച്ചയായിട്ടും വചനം നമ്മൾ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ കൺട്രോൾ ചെയ്യും. അതാണ് പരിശുദ്ധാത്മ നിറവ് എന്ന് എഫേസ്യർ 5:18 പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ആരാധന, പ്രാർത്ഥന ഇതെല്ലാം നമ്മളെ അതിന് സഹായിക്കും. അങ്ങനെയാണ് ദൈവിക ചിന്തകൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുന്നത്. 5ാമത്തെ ചോദ്യം വാക്കുകളൊന്ന് വായിക്കാം. ഓക്കെ, 3ാം വാക്യം ഒരു മുന്നറിയിപ്പാണ്. ഇത്രയും പറഞ്ഞിട്ട് വാക്യം ഇങ്ങനെയാണ്: ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിൻ്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമെണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ നിങ്ങളിൽ ഓരോരുത്തരോട് പറയുന്നു. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരരുത്. വാസ്തവത്തിൽ ആദ്യത്തെ അധ്യായങ്ങളിലൊക്കെ നമുക്ക് കിട്ടിയ പദവികൾ, അനുഗ്രഹങ്ങളൊക്കെയാണ് പറയുന്നത്. ഇതെല്ലാം കേട്ട് കഴിയുമ്പോൾ അതിൻ്റെ പേരിൽ ഒരു അഹംഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. പിന്നെ ഇത് പറയുന്നത് താഴോട്ട് ഈ കൃപാവരങ്ങളുള്ള ബന്ധത്തിലാണ് ഇത് പറയുന്നത്. കൃപാവരങ്ങൾ ദൈവം ഒരു കൃപാവരങ്ങൾ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് ഇല്ലാത്തത് ഉണ്ടെന്ന് ഭാവിക്കുന്നത്, അതാണ് ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ച് ഉയരരുത് എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട്സിലേക്ക് വരാം. നോട്ട്സ് വായിച്ചോ. തങ്ങളെക്കുറിച്ച് താഴ്മയുടെ കാര്യമാണ് പറയുന്നത്. എന്താണ് വാസ്തവത്തിൽ താഴ്മ എന്ന് പറയുന്നത്? അതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകളുണ്ട്. പലപ്പോഴും ചിലർ ചിന്തിക്കുന്നത് നമ്മളെപ്പോഴും നമ്മെക്കുറിച്ച് അല്പം മോശമായി പറഞ്ഞുകൊണ്ട് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ ഒരു അപകർഷതാബോധം, ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് അല്ല താഴ്മ എന്ന് പറയുന്നത്. എന്നെ ഒന്നിനും കൊള്ളുകയില്ല, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കൊരു കഴിയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില സഹോദരന്മാരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പലപ്പോഴും ഇത് പറയുന്നത് എപ്പോഴാണെന്ന് അറിയാം, എന്തെങ്കിലും ഒരു ആത്മീക ശുശ്രൂഷ ചെയ്യാൻ പറയുമ്പോഴാണ് അവർ ഈ മുറന്നന്യായങ്ങളെല്ലാം പറയുന്നത്. അല്ലാത്ത കുഴപ്പമൊന്നുമില്ല, എനിക്കൊന്നും അറിയത്തില്ല, എന്നെ കൊണ്ടൊന്നും കൊള്ളുകയില്ല, ഐ ആം യൂസ്ലെസ്, ഐ ആം ഹോപ്പ്ലെസ് എന്നൊക്കെ പറയും. ശരി, അവർ പറയുന്നതേ ഉള്ളൂ, അവരുടെ ഉള്ളിലതൊന്നും ഇല്ല. ഇനി തിരിച്ച് നമ്മൾ അവരോടൊന്ന് പറഞ്ഞു നോക്കുക, അപ്പോൾ അറിയാം അല്ലേ, യു ആർ യൂസ്ലെസ്, യു ആർ ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞാലോ അപ്പോഴല്ലേ തനിനിറം പുറത്തു വരില്ല. മൂർഖനെയും ചേരയെ തിരിച്ചറിയാൻ വേണ്ടിയൊന്നും ചില മണ്ണ് വാരി അറിഞ്ഞാൽ എന്ന് പറയുന്നത് പോലെ അല്ലേ. ഇത് വെറുതെ പറച്ചിലാണ്. അതൊന്നും അല്ല താഴ്മ എന്ന് പറയുന്നത്. വാസ്തവത്തിൽ താഴ്മയുടെ എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ഏറ്റവും എളുപ്പം യെശയ്യാപ്രവചനം 6-ാം അധ്യായം. യെശയ്യാപ്രവചനം ആദ്യത്തെ അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രവാചകനായ യെശയ്യാവ് അനേക രാജ്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അയ്യോ കഷ്ടം എന്ന് പറയുന്നുണ്ട്. അത് തെറ്റൊന്നുമില്ല, ദൈവത്തിൻ്റെ വചനം തന്നെയാണ്. ഇതിൽ 6-ൽ മറ്റൊരു കാര്യം സംഭവിക്കുന്നു. 6-ൽ കർത്താവ് ഉയർന്നു പൊങ്ങിയ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അതിൻ്റെ 5-ാം വാക്യത്തെ പോലെ എന്താണ് യെശയ്യാവ് പറയുന്നത്? അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, എനിക്ക് അയ്യോ കഷ്ടം. നോക്കുക വ്യത്യാസം. അതെപ്പോഴാണ് യെശയ്യാവ് പറയുന്നത്? ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ദൈവത്തിൻ്റെ മഹത്വം കണ്ടപ്പോൾ യെശയ്യാവ് തന്നെ കണ്ടു, തൻ്റെ ഉള്ള അവസ്ഥ കണ്ടു. ചുരുക്കി പറഞ്ഞാൽ താഴ്മയ്ക്കുള്ള ഏറ്റവും നല്ല മാർഗം ഇത് തന്നെയാണ്. നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മെക്കുറിച്ച് ചിന്തിച്ചാൽ താഴ്മ വരികയില്ല. ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുക, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ വലിപ്പം, ദൈവത്തിൻ്റെ വിശുദ്ധി. ഇത് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഉള്ള അവസ്ഥ മനസ്സിലാകും. അപ്പോഴാണ് താഴ്മ എന്നുള്ള വികാരം നമ്മുടെ ഹൃദയത്തിൽ വരുന്നത്. മനസ്സിലായോ? പലപ്പോഴും നമ്മൾ കാണിക്കുന്ന മിസ്റ്റേക്ക് എന്താണ്? നമ്മൾ നമ്മളെ തന്നെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും അല്ലേ? മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. ദൈവമായിട്ടല്ല, ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡുമായിട്ടല്ല, മറ്റുള്ളവർ. ഈ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെയൊക്കെ മനസ്സിൽ തോന്നുന്നത്? ഇംഗ്ലീഷിലൊരു പ്രയോഗമുണ്ട്, ഹോളിയർ ദാൻ ദൗ ആറ്റിറ്റ്യൂഡ്. ഞാൻ മറ്റുള്ളവരെക്കാളൊക്കെ ശ്രേഷ്ഠനാണ്. സ്വാഭാവികമായിട്ട് ചിന്തിക്കും അല്ലേ? നമുക്കത് തോന്നും. നമ്മൾ എത്ര കഷ്ടപ്പെട്ടൊക്കെ വന്ന് ബൈബിളൊക്കെ പഠിക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പരീക്ഷ എഴുതുന്നു. എത്രയോ പേരുടെ വെറുതെ നടക്കുകയാണ്, ഞായറാഴ്ച മാത്രം പള്ളിയിൽ വരുന്നു. പഴയക്കാലത്ത് ഞാൻ ഭേദമാണ്, മാത്രം എനിക്ക് വചനം അറിയാം. ഈ ചിന്തയൊക്കെ വരും. കമ്പയർ ചെയ്താൽ കുഴപ്പമാണ്. മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്താൽ കർത്താവ് പഠിപ്പിച്ച ചുങ്കക്കാരൻ്റെയും ഹരീഷിൻ്റെയും ഉപമയിലെ ചുങ്കക്കാരനെ പോലെ നാം ആയിത്തീരും. അപ്പോൾ അതിന് പകരം ദൈവത്തിൻ്റെ വിശുദ്ധി കാണണം, ദൈവത്തിൻ്റെ മഹത്വം കാണണം. അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ആരുമല്ല, ഒന്നുമല്ല, നമ്മൾ ആരാണ്. എനിക്ക് അയ്യോ കഷ്ടമെന്ന് നമ്മൾ സ്വയം പറയും. അതാണ് മത്തായി 5-ന്റെ മുന്നിൽ പറയുന്ന ആത്മാവിലുള്ള ദാരിദ്ര്യം. ഞാൻ തീർത്തും നിസ്സഹായനാണ്, ദൈവമേ അങ്ങയുടെ കൃപ കൂടാതെ എനിക്കൊന്നും സാധ്യമല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവാണ് യഥാർത്ഥ താഴ്മ. അപ്പോൾ ദൈവം വരങ്ങളൊക്കെ നൽകും, അതെല്ലാം പക്ഷെ ഉപയോഗിക്കണമെങ്കിൽ താഴ്മ ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മൾ അറിയാതെ നിഗളിച്ചു പോകും. പൗലോസ് എഴുതുക മാത്രമല്ല, പൗലോസിൻ്റെ ഒരു അനുഭവം പൗലോസ് പറയുന്നുണ്ടല്ലോ. 2 കൊരിന്ത്യർ 12 എന്നാണ് പറയുന്നത്. 2 കൊരിന്ത്യർ 12:7 അവിടെ എന്താണ് പൗലോസ് പറയുന്നത്? വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന്, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ അതിയായി നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. നോക്കുക, സാക്ഷാൽ പൗലോസ്, മഹാനായ പൗലോസ് അപ്പോസ്തലനാണ്. എങ്കിലും പൗലോസ് പറയുകയാണ്, ഞാനൊരു മനുഷ്യനാണ്, ദൈവം അനേക കാര്യങ്ങൾ എനിക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. 2 കൊരിന്ത്യർ 12:7 അതുകൊണ്ട്
അത് എന്നാൽ ഞാനും നിഗളിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദൈവം എന്ത് ചെയ്യുന്നു? എനിക്ക് ജഡത്തിലൊരു ശൂലം തന്നു. എന്തെങ്കിലും രോഗമായിരിക്കും. പൗലോസ് അത്ഭുത രോഗശാന്തി വരപ്രാപ്തനായിരുന്നു. തൻ്റെ നിഴൽ തട്ടിയാൽ രോഗിക്ക് സൗഖ്യം വരും. താൻ അപ്പോസ്തലനായിരുന്നു. എന്നിട്ടും ഈ പൗലോസിനും ദൈവം ഏതോ ഒരു രോഗം നൽകി. എന്തിനു വേണ്ടിയാണ്? താൻ 3 വട്ടം പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി താൻ താഴ്മയുള്ളവനായി ജീവിക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ അത് തന്നെയാണ് പൗലോസ് പറയുന്നത്. പൗലോസിൻ്റെ അനുഭവത്തിൽ കൂടെ പറയുകയാണ്, നിങ്ങൾ താഴ്മയുള്ളവരാകണം, ഭാവിക്കേണ്ടത് മീതെ ഭാവിച്ചു വരാതെ ദൈവം തന്ന അളവിനനുസരിച്ച് ഭാവിക്കും. അത് തെറ്റൊന്നുമില്ല. ഇപ്പോൾ എനിക്കൊരു കാര്യം ഉണ്ടായിട്ട് ഞാൻ ഇല്ല എന്ന് നടിക്കുന്നത് അത് വ്യാജമായ താഴ്മയാണ്, ഫോൾസ് ഹ്യൂമിലിറ്റിയാണ്. അതിൻ്റെ ആവശ്യമില്ല. ഒരു കൃപാവരം അല്ലെങ്കിൽ ഒരു കൃപ ദൈവം തന്നിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കുന്നതിനോ അംഗീകരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. എന്നാൽ ഇല്ലാത്തതുണ്ടെന്ന് ഭാവിക്കരുത്. അത്രയുമേ ഉള്ളൂ ആ വാക്യത്തിൻ്റെ അർത്ഥം. അടുത്ത 6ാമത്തെ ചോദ്യം, സഭയിൽ ആത്മീയ വരങ്ങളുടെ പ്രാധാന്യം എന്താണ്? അവിടെ 4 മുതൽ 8 വരെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൻ്റെ ഉത്തരം ഒന്ന് വായിക്കാമോ? അതിൻ്റെ വിശ്വസ്തയോടെ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ ഒരു വാക്കുണ്ട്, സഭയാകുന്ന ശരീരം. ക്രിസ്തു സഭയെ കെട്ടിടത്തോട് ഉപമിച്ചിട്ടുണ്ട്, അല്ലേ? അതുപോലെ മണവാട്ടിയാന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരം ഏറ്റവും നല്ല ഉപമ എൻ്റെ ശരീരമാണ്. അതിനകത്ത് എല്ലാ ആശയങ്ങളുണ്ട്. സഭ ഒരു ശരീരമാണ്. ഓരോ വിശ്വാസിയും സഭയിലെ ആ ശരീരത്തിൻ്റെ അവയവമാണ്. എന്താണ് അതിൻ്റെ പ്രത്യേകത? ഓരോ വിശ്വാസിക്കും സഭയാകുന്ന ശരീരത്തിൻ്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കാൻ ഒരു വരമുണ്ട്, അല്ലെങ്കിൽ ഒരു വരമെങ്കിലും ഉണ്ട്. 1 പത്രോസിന്റെ 10 അത് വ്യക്തമായിട്ട് നാം വായിക്കുന്നുണ്ട്. ഒരു വരമെങ്കിലും 4:9 തോന്നുന്നു അത് പറയുന്നുണ്ട്. ഒരു വരമെങ്കിലും എല്ലാ വിശ്വാസിക്കും കൊടുത്തിട്ടുണ്ട്. ഒരു വരവുമില്ലാത്ത ഒരു വിശ്വാസിയില്ല. എന്താണ് അതിൻ്റെ അവിടുത്തെ ആ ഉപമ? എന്താണ്? സഭയെ ഒരു ശരീരത്തോട് ഉപമിച്ചിട്ടുള്ളതിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് ഈ ശരീരത്തിൻ്റെ പ്രത്യേകത? ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്. അതിനൊക്കെ വാക്യമുണ്ട്, ഇവിടെ തന്നെ ഉണ്ടെന്നോ? ഈ വാക്യത്തിൽ 4 പോലെ പറയുന്നുണ്ട്. ശരീരത്തിൽ പല അവയവങ്ങളുണ്ട്, എല്ലാ അവയവങ്ങൾക്കും പ്രവൃത്തി ഒന്നല്ല താനും. പല അവയവങ്ങൾക്കും പല പ്രവൃത്തികളാണ്. പക്ഷേ അവ തമ്മിൽ യാതൊരു അനൈക്യവുമില്ല. ഉണ്ടോ? ഇല്ല. പല അവയവങ്ങളുണ്ട്, പക്ഷെ അവ തമ്മിൽ ഒരു പരിപൂർണമായ ഐക്യതയുണ്ട്. ഓരോ അവയവവും മറ്റേ അവയവങ്ങളെ കരുതുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്നു, ഒരു വഴിയിൽ കൂടെ നടന്നു പോകുമ്പോൾ ഒരു കുഴി കാണും. ഒരു കുഴി ഉണ്ടെന്ന് ചിന്തിക്കും, സങ്കല്പം. ഈ കുഴി അവിടെ ഉണ്ടെന്നുള്ളത് കാണുന്നത് ഏത് അവയവമാണ്? കണ്ണിന് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ, കാലിന് കാണാൻ പറ്റത്തില്ല. അപ്പോൾ കണ്ണാണത് കാണുന്നത്. ശരി, കണ്ടു കഴിയുമ്പോൾ കണ്ണ് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? ഈ കണ്ണ് പെട്ടെന്ന് നമ്മൾ അറിയുന്നില്ല, ഇതൊക്കെ പെട്ടെന്ന് സംഭവിക്കുന്നതാണ്. കണ്ണൊരു മെസ്സേജ് ബ്രെയിനിൽ കൊടുക്കും. അപ്പോൾ ബ്രെയിൻ പെട്ടെന്നൊരു തീരുമാനിക്കില്ല, പെട്ടെന്ന് നടക്കും. തീരുമാനിക്കും എന്താണ്? ബ്രെയിൻ ഒരു മെസ്സേജ് തിരിച്ച് കാലിന് കൊടുക്കും. എന്താണ് കൊടുക്കുന്നത്? ആ നേരെ പോകരുത്, അത് വഴിമാറിപ്പോണം, അവിടെ കുഴിയുണ്ട്. അതുകൊണ്ട് കാല് ഇന്ന് വീഴുന്നില്ല. ഇങ്ങനെ ചിന്തിക്കുക. കണ്ണ് ഇത് കാണുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുന്നു, കണ്ണ് ചിന്തിക്കുന്നു. ഈ കാലിന് കുറേ നാളായിട്ട് അല്പം അഹങ്കാരമാണ്. ഈ കാലിന് ഒരു പാഠം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം മെസ്സേജ് കൊടുക്കുന്നില്ല എന്ന് കണ്ണ് തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച് നമ്മൾ ചുറ്റിപ്പോലെ. ഞാൻ പറഞ്ഞതിന് താല്പര്യം മനസ്സിലായല്ലോ. ശരീരത്തിലെ അവയവങ്ങൾ തമ്മിൽ പൊരുതുകയില്ല, അവ കരുതുകയില്ല, അല്ലേ? സാധാരണ ഈ കല്യാണ പ്രസംഗത്തിലൊക്കെ ഞങ്ങളൊക്കെ പറയുന്ന ഉദാഹരണമാണ് നമ്മുടെ 2 കൈകളെടുക്കുക. ഈ നമ്മുടെ 2 കരങ്ങൾ തമ്മിൽ എപ്പോഴെങ്കിലും ഗുസ്തി കൂടിയിട്ടുണ്ട്, അല്ലെങ്കിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ 2 കരങ്ങൾ തമ്മിൽ നമ്മുടെ കരങ്ങൾ ഉപയോഗിച്ച് മറ്റുള്ളവരുമായി വഴക്കുണ്ടാക്കുന്നത് ഒരു വിഷയം. ഈ 2 കരങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുന്നതിന്റെ കാരണം എന്താണ്? അവർ അയൽക്കാരായതുകൊണ്ടാണ്. അയൽക്കാരായതുകൊണ്ടാണ് വഴക്കുണ്ടാകുന്നത്. പലപ്പോഴും അയൽക്കാരാണ് വഴക്കുണ്ടാക്കുന്നത്. ആരോ പറഞ്ഞിട്ടുണ്ട്, ഈ ബൈബിളിൽ 2 കൂട്ടരെ സ്നേഹിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം, പിന്നെ നിന്റെ ശത്രുവിനെ
സ്നേഹിക്കണം. മിക്കവാറും രണ്ട് ഒരു കൂട്ടർ തന്നെയാണെന്ന് ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ശത്രു അയൽക്കാരെല്ലാം ഒന്ന് തന്നെയാണ്, അല്ല രണ്ട് പ്രത്യേക ആൾക്കാരുണ്ട്. അപ്പോൾ അയൽക്കാരാണ് വഴക്കുണ്ടാക്കുന്നത്, പക്ഷേ ഈ രണ്ട് കൈകൾ വഴക്കുണ്ടാക്കത്തില്ല. അതിൻ്റെ കാരണം എന്താണ്? അയൽക്കാരായതുകൊണ്ടല്ല, ഈ രണ്ട് കൈകളെയും നിയന്ത്രിക്കുന്നത് ഒരു തലയാണ്. അതാണ് വ്യത്യാസം. ഒരു തലയാണ് ഈ രണ്ട് കൈകളെയും നിയന്ത്രിക്കുന്നത്, അതിൽ ഒരു ബ്രെയിനാണ്. അപ്പോൾ ആ തലയ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഈ കൈകൾ തമ്മിൽ വഴക്കുണ്ടാക്കുന്നത്. ഇതൊക്കെ ശരീരത്തിൻ്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലേ? ഇത് ശരിയാണെങ്കിൽ സഭയിൽ എങ്ങനെയാണ് ഭിന്നത ഉണ്ടാകുന്നത്? എല്ലാവരും ശരീരത്തിൻ്റെ അവയവങ്ങളല്ലേ? എപ്പോഴും ഓർത്തോണം. സഭയിലൊക്കെ ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ ഒന്ന് ഭിന്നത, നിസ്സാര കാരണം ആൾക്കാരങ്ങ് വഴക്കുണ്ടാകും. ഓർക്കണം, നമ്മുടെ കൂട്ടു സഹോദരൻ സഹോദരി എല്ലാം ഈ ശരീരത്തിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മളെല്ലാം ഒരു ശരീരമാണ്. നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം മറ്റൊരാൾ പറഞ്ഞാൽ ഉടനെ നമ്മൾ ശത്രുവായിട്ട് കാണണ്ട, അത് ശരീരത്തിൻ്റെ ഭാഗമാണ്. ഒരബദ്ധം പറഞ്ഞെന്ന് ചിന്തിച്ചാൽ മതി, അവരെ വ്യക്തിപരമായിട്ട് കാണുക, സ്നേഹത്തിൽ തിരുത്താൻ ശ്രമിക്കുക, അങ്ങനെ വിട്ടുവീഴ്ച കാണിച്ച് നമ്മൾ പോകണം. നിസ്സാര കാര്യത്തിലാണ് കേരള കോൺഗ്രസിനെ കുറിച്ച് പറയുന്ന പോലെ വളരുന്നോറും പിളരുന്നോറും വളരുകയും ചെയ്യുന്നത്. ഇന്നത്തെ പല സഭകളുടെ അവസ്ഥ അതാണ്. നിസ്സാര കാര്യത്തെ വളർന്ന് ഇങ്ങനെയൊക്കെ പോവുകയാണ്, ABC എന്നൊക്കെ പേരിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഒരു തലയ്ക്ക് നമ്മൾ കീഴ്പ്പെട്ട് ജീവിക്കുന്നുണ്ട്. നമ്മൾ ശരീരം എന്നൊക്കെ പറയും, പക്ഷെ നമുക്കൊരു തലയുണ്ട്. സഭയാകുന്ന ശരീരത്തിൻ്റെ തല ആരാണ്? ക്രിസ്തുവാണ്. അത് മറന്നു പോകുന്നു. അത് മറക്കുമ്പോഴാണ് ഈ അനൈക്യം മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്, ഓരോ വിശ്വാസിക്കും സഭയാകുന്ന ശരീരത്തിൻ്റെ പ്രയോജനത്തിനായി ഉപയോഗിക്കാനാണ് വരം നൽകിയിരിക്കുന്നത്, അല്ല സ്വന്തം കാര്യസാധ്യത്തിനോ സ്വന്തം പ്രശസ്തിക്കോ അല്ല എന്ന് നാം തിരിച്ചറിയണം. ഓക്കെ, 7ാമത്തെ ചോദ്യം. വിശ്വാസികൾക്കിടയിൽ സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. അങ്ങനെ വാക്യം 12:9. ഇനി ഉത്തരം വായിച്ചോ. ആത്മാർത്ഥമായിരിക്കണം, അതാണ് നിർവ്യാജം, വ്യാജമില്ലാത്തതായിരിക്കണം. സജീവവും ഓക്കെ, ഇത് തന്നെ വിശദീകരിക്കാൻ ധാരാളമുണ്ട്. ഒരു പ്രസംഗത്തിനുള്ള ഭൗതിക വാക്യം തന്നെയുണ്ട്. സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. വേദോസ്തവത്തിലെ ഏറ്റവും വലിയ വിഷയമാണ് സ്നേഹം എന്ന് പറയുന്നത്. അത് ദൈവത്തിൻ്റെ സ്നേഹം. എന്താണ് വേദോസ്തവത്തിൽ പറയുന്ന സ്നേഹം? അത് നാം തിരിച്ചറിയണം. നമ്മൾ സാധാരണ പറയാം അഗപ്പെ എന്നൊരു വാക്കാണ് ദൈവസ്നേഹത്തെ വിശേഷിപ്പിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, നമ്മെ സംബന്ധിച്ച് പലപ്പോഴും സ്നേഹം അതൊരു വികാരം അല്ലേ, അങ്ങനെ മാത്രം നാം പരിമിതപ്പെടുത്താറുണ്ട്. പെട്ടെന്ന് തോന്നുന്നൊരു വികാരം, ഒരു ചൂട്, ഒരു മാനസികാവസ്ഥ, ഇതൊക്കെയാണ് നമ്മെ സംബന്ധിച്ച് സ്നേഹം. എന്നാൽ ദൈവത്തെ സംബന്ധിച്ച് സ്നേഹം എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മോർ ദാൻ ഇമോഷൻ, ഇറ്റ് ഈസ് ആൻ ആക്ഷൻ. അതൊരു പ്രവൃത്തിയാണ്. ദൈവത്തിന് വികാരങ്ങളുണ്ട്, സംശയമൊന്നുമില്ല. ദൈവം വാത്സല്യമുള്ള ദൈവമാണ്. അപ്പന് മക്കളോട് തന്നെ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് നൃത്തന്മാരുടെ തന്നെ തോന്നുന്നു എന്നൊക്കെ നാം വായിക്കുന്നു. അത് ഒഴിവാക്കിക്കൊണ്ട് ഞാൻ പറയുകയില്ല. അതിനേക്കാൾ പ്രധാനമായി ദൈവത്തെ സംബന്ധിച്ച് സ്നേഹം എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. എങ്ങനെ അറിയാം? എല്ലാത്തിനും തെളിവ് വെച്ച് ഞാൻ പറയത്തുള്ളൂ. യോഹന്നാൻ 3:14 തന്നെ അതിൻ്റെ സൂചനയുണ്ട്. അത് ഇംഗ്ലീഷിൽ വളരെ ഭംഗിയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. God so loved the world that he gave. You see the connection. God so loved that he gave. ദൈവം അത്രമാത്രം സ്നേഹിച്ചപ്പോൾ ദൈവം കൊടുത്തു. തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്നേഹിക്കുക, നൽകുക, ഇത് രണ്ടും ചേർന്ന് പോകുന്നതാണ്. ദൈവം ഈ ഭൂമിയെ സ്നേഹിച്ചപ്പോൾ ആകാശത്തൊരു വലിയ മൈക്ക് വെച്ചിട്ട് ഭൂസീമാവാസികളെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പ്രസംഗിക്കുകയല്ല ചെയ്തത്. സ്വർഗത്തിലെ ഏറ്റവും മെച്ചമായ ദാനമായ യേശു ക്രിസ്തുവിനെ, സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ദൈവം സ്നേഹിച്ചു, ദൈവം തന്നു. ഇതാണ് സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ മീനിങ്. യോഹന്നാൻ 3:16 എല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങളായി വെച്ചിരിക്കുന്നത്. അതിൻ്റെ റെഫറൻസുകൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതാണ് സ്നേഹം എന്ന് പറയുന്നത്. തീർന്നില്ല, ഞാൻ ഒന്നിൻ്റെ റെഫറൻസുകൾ കൊടുത്തിട്ടുണ്ട്. യോഹന്നാൻ 13:34-35 നമുക്കറിയാം. കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു പുതിയ കൽപ്പന, നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. പുതിയ കൽപ്പന.
ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കേണ്ടതാണ്. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. വളരെ വളരെ പ്രധാനപ്പെട്ട 2 വാക്യങ്ങളാണ്. അതൊരു പുതിയ കൽപ്പനയാണ്. ഒരർത്ഥത്തിൽ കർത്താവ് പറഞ്ഞതൊരു പുതിയ കൽപ്പനയാണ്. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണം എന്ന് പറയുന്നത് പുതിയ കൽപ്പനയാണ്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടില്ലേ? എന്തോ എന്ത് തോന്നുന്നു, പറഞ്ഞിട്ടുണ്ടോ അന്യോന്യം സ്നേഹിക്കണമെന്ന്? പഴയ നിയമത്തിൽ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണമെന്ന് ഉണ്ട്. ലേവ്യർ 19:14 അവിടെ വാക്യമുണ്ട്. പഴയ നിയമത്തിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് പുതിയ കൽപ്പനയാണെന്ന് കർത്താവ് പറഞ്ഞത്? പഴയ നിയമത്തിൽ അങ്ങനെ ഒരു വാക്യം ഉണ്ടെന്നുള്ളത് കർത്താവിന് അറിയത്തില്ലേ? അവനറിയാം. കർത്താവിനെ മോശം കൂടെ കൊടുത്തത്. പഴയ നിയമത്തിലെ കൽപ്പന ശ്രദ്ധിക്കണം. നീ നിന്നെ പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം. ഇതാണ് പഴയ നിയമത്തിലെ കൽപ്പന. അപ്പോൾ സ്നേഹിക്കാനുള്ള സ്റ്റാൻഡേർഡ് എന്താണ്? ഞാൻ എന്നെ എങ്ങനെ സ്നേഹിക്കുന്നു അതുപോലെ ഞാൻ എൻ്റെ കൂട്ടുകാരനെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അയൽക്കാരനെ സ്നേഹിക്കണം. പുതിയ നിയമത്തിലെ സ്റ്റാൻഡേർഡ് എന്താണ്? അതാണ് വ്യത്യാസം. അവിടെയാണ് വ്യത്യാസം വരുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും അന്യോന്യം സ്നേഹിക്കുക. അതാണ് വ്യത്യാസം. അതുകൊണ്ടാണ് പുതിയ കൽപ്പനകൾ കർത്താവ് പറഞ്ഞത്. കൽപ്പന കേട്ടാൽ ഒരുപോലെ ഇരിക്കും, പക്ഷെ അതിൻ്റെ അടിസ്ഥാനം വ്യത്യസ്തമാണ്. പഴയ നിയമത്തിലെ കൽപ്പന മാനുഷിക സ്നേഹമാണെങ്കിൽ പുതിയ നിയമത്തിലെ കൽപ്പന എന്താണ്? അത് ദൈവീക സ്നേഹമാണ്. ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? നമ്മുടെ യോഗ്യത നോക്കാതെ സ്നേഹിച്ചു. നമ്മുടെ പ്രതികരണം നോക്കാതെ ദൈവം സ്നേഹിച്ചു. നമ്മുടെ അവസ്ഥ നോക്കാതെ ദൈവം സ്നേഹിച്ചു. ഇതാണ് ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത. നമ്മുടെ യോഗ്യത നോക്കാതെ, നമ്മുടെ റെസ്പോൺസ് പ്രതികരണം നോക്കാതെ, നമ്മുടെ കണ്ടീഷൻ അവസ്ഥ നോക്കാതെയുള്ള സ്നേഹം. അതുകൊണ്ടാണ് ദൈവസ്നേഹത്തെ നിരുപാധിക സ്നേഹം എന്ന് വിളിക്കുന്നത്. ദൈവസ്നേഹം നിരുപാധികമാണ്, നിസ്സീമമാണ്, അൺലിമിറ്റഡാണ്. അതുപോലെ നിത്യമായ സ്നേഹമാണ്. ആ സ്നേഹത്താൽ സ്നേഹിച്ചിട്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കണം. ഈ 1 യോഹന്നാൻ 3:18 വായിച്ച് അവിടെ യോഹന്നാൻ ആണല്ലോ സ്നേഹത്തിൻ്റെ അപ്പോസ്തലൻ. കാരണം ഒരു പ്രായോഗിക നിർദ്ദേശം തരണം. 1 യോഹന്നാൻ 3:18 എന്താണ് അതിൻ്റെ അർത്ഥം? ഈ യോഹന്നാൻ ലേഖനത്തിലെ ചില വാക്യങ്ങൾക്ക് വ്യാഖ്യാനമൊന്നും ആവശ്യമില്ല. അത്ര സിമ്പിളാണ്, ഡയറക്റ്റാണ്. വാക്കിനാലും നാവിനാലുമല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. വാക്കുകൊണ്ടും നാക്കുകൊണ്ടും സ്നേഹിക്കാൻ പറ്റുമോ? വാക്കുകൊണ്ടും നാക്കുകൊണ്ടും സ്നേഹിക്കാൻ പറ്റും. അതാണല്ലോ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് അല്ലേ? നമ്മുടെ സ്നേഹം വാക്കിലും നാക്കിലും ഒക്കെ ഒതുങ്ങും അല്ലേ? എന്നാ ഞാൻ ആദ്യത്തെ ഭാഗത്ത് തീരട്ടെ. വാക്കിനാലും നാവിനാലും ഞങ്ങളൊക്കെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ്. ചിലപ്പോൾ ചില പുതിയ സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ പഴയ കാലത്തൊക്കെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിലൊക്കെ ചില സഹോദരന്മാരൊക്കെ വരും. അവരൊക്കെ വന്ന് സ്വീകരിച്ച് ഒരു നല്ലൊരു പ്രൈസ്തലോടൊക്കെ പറയും. കയ്യിൽ ഒരു ഷെയ്ക്കാനൊക്കെ തന്ന് ഹലോ ബ്രദർ പ്രൈസ്തലോടെന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ റൂമിൽ വന്ന് ടൈഗർ ബാമിട്ട് തിരുമിയെങ്കിലെ കൈയുടെ വേദന മാറുന്നു. അതുപോലൊക്കെ കൈയൊക്കെ പിടിച്ചങ്ങ് സന്തോഷം കൊണ്ടാണ് കേട്ടോ. അതുപോലെ ഉത്തരവിക്കാനല്ല, അതുപോലൊക്കെ സ്നേഹിക്കാൻ അറിയാം ആൾക്കാർക്ക്. വാക്കുകൊണ്ട് ഹലോ ബ്രദർ എന്നൊക്കെ അതുപോലെ പറയാൻ അറിയാം. അത് സ്നേഹമാണ്, അത് വേണ്ടെന്നല്ല. എന്നാൽ യഥാർത്ഥമായ സ്നേഹം പ്രവൃത്തിയിലും സത്യത്തിലും എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ പ്രവൃത്തികളിൽ കൂടെ സ്നേഹം വെളിപ്പെടുത്തണം. ദൈവം അതാണ് ചെയ്തത്. പുത്രനെ നൽകി സ്നേഹിച്ചു. കർത്താവ് അതാണ് ചെയ്തത്. റോമർ 8 അവൻ നാം പാകുലായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കുക, ദൈവം തനിക്ക് നമ്മളുടെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. കർത്താവ് വില കൊടുത്തു. ക്രൂരമായ ക്രൂശുമരണം അനുഭവിച്ചാണ് സ്നേഹം വെളിപ്പെടുത്തിയത്. അപ്പോൾ അതിനൊക്കെ വില കൊടുത്താണ്. ആദ്യകാലത്ത് അപ്പോസ്തലന്മാർ വില കൊടുത്താണ് അവർ സുവിശേഷം അറിയിച്ചല്ലേ. എല്ലാവരും രക്തസാക്ഷികളായി യോഹന്നാൻ ഒഴിച്ചു. ഇവിടെ വന്ന ഇന്ത്യയിലൊന്നും മിഷണറിമാരോ, എനിക്കറിയാം, ഞാനൊക്കെ പല സ്ഥലങ്ങളിൽ പോകുന്ന ചില സ്ഥലങ്ങളിലൊക്കെ പോകാൻ ഇന്നും ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ പല നമ്മൾ കേരളക്കാരില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഈ സൗകര്യങ്ങളൊന്നുമില്ല. ഏറ്റവും വലിയ പ്രശ്നം പലപ്പോഴും നെറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാക്കിയെല്ലാം സഹിക്കാം. ഇന്ത്യയിലെ ചില ഗ്രാമങ്ങളിലൊക്കെ പോയാൽ നെറ്റുമില്ല, ഒന്നുമില്ല, മറ്റു പല സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ കാര്യം ഞാൻ പറയുന്നത്, 2025 കാര്യം ഞാൻ പറയുക. അപ്പോൾ 200 വർഷം മുമ്പൊക്കെ വില്യം ഗേരി തുടങ്ങിയ മിഷണറിമാർ
അതുപോലെ നാഗൽ സാഹിബും നോയൽ സാഹിബും അവരൊക്കെ എങ്ങനെയുള്ള വന്നു? അന്ന് എന്തോ സൗകര്യം ഉണ്ടായിരുന്നു കേരളത്തിൽ, ഇന്ത്യയിൽ. എത്രമാത്രം ത്യാഗം സഹിച്ചാണ്, അതൊക്കെ സ്നേഹം. അങ്ങനെ അതൊക്കെ പിന്നെ നമുക്ക് തോന്നും എന്തിനാണ് ഈ മിഷണറിമാർ വന്നപ്പോൾ ഇവിടെ അവർ സ്കൂളുകൾ സ്ഥാപിച്ചു, ആശുപത്രികൾ സ്ഥാപിച്ചു, അല്ലേ? നമ്മുടെ പല ആശുപത്രിയുടെ പേര് മിഷൻ ഹോസ്പിറ്റലുകളാണ്, അല്ലേ? എന്തിനാണ് അവരിത് ചെയ്യുന്നത്? ചിന്തിച്ചിട്ടുണ്ട് എന്തിനാണ് ചെയ്യുന്നത്? കർത്താവ് പറഞ്ഞു, അഭിനയ കമ്മീഷൻ പറഞ്ഞു നിങ്ങൾ എല്ലായിടത്തും പോയി സ്കൂൾ സ്ഥാപിക്കണം, ആശുപത്രി സ്ഥാപിക്കണം. കർത്താവ് പറഞ്ഞില്ല. പിന്നെ എന്തിനാണ് ഇവർ ചെയ്യുന്നത്? അവർക്ക് വേണ്ടി ആശയം കിട്ടും. അവർക്കറിയാം അവർ പ്രസംഗിക്കുന്ന എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹം, ദൈവസ്നേഹം. ഈ സാധാരണ മനുഷ്യരോട് ദൈവസ്നേഹം എന്നൊക്കെ പ്രസംഗിക്കുമ്പോൾ അതിന് മുമ്പ് സ്നേഹം പ്രായോഗികമാക്കി കാണിക്കണം. അതിന് പറ്റിയ രണ്ട് മാർഗങ്ങളായിട്ടാണ് അവരെ ആശുപത്രികൾ തുടങ്ങി, അനാഥാലയങ്ങൾ തുടങ്ങി, പിന്നെ സ്കൂളുകൾ തുടങ്ങി. ഇതെല്ലാം സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ എക്സ്പ്രഷൻസ് ആയിരുന്നു. അതിൽ കൂടെയാണ് ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടത്. പിന്നെയാണ് അവർ സുവിശേഷം പറഞ്ഞത്. മനസ്സിലായോ? അതുകൊണ്ടാണ് ഇതൊക്കെ തുടങ്ങിയത്. ചിലരൊക്കെ എതിർക്കുന്നവരുണ്ട്, ഇവരൊക്കെ എന്തിനാണ് മിഷണന്മാർ വെറുതെ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവർക്ക് ശരിക്കും അതിനറിയാമായിരുന്നു, അതുകൊണ്ടാണ് ചെയ്തത്. അവർക്കൊരു വിഷൻ ഉണ്ടായിരുന്നു, ഒരു മിഷനും ഉണ്ടായിരുന്നു. ദുഃഖകരെന്ന് പറയട്ടെ, ഇന്നത്തെ ഈ മിഷൻ ഹോസ്പിറ്റലുകളൊക്കെ നടത്തുന്ന പലർക്കും, എല്ലാവർക്കും അല്ല, പലർക്കും മിഷനുമില്ല, വിഷനുമില്ല. ആരൊക്കെ തമാശയായിട്ട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഈ മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നുള്ള പേരൊക്കെ മാറ്റി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ എന്നാക്കിയാൽ കുറേ ശരിയാകും. പിന്നെ അത് മാത്രമേ നടക്കുന്നുള്ളൂ. പേര് മെഡിക്കൽ മിഷൻ, പക്ഷേ മെഡിക്കൽ മിഷൻ. ഈ മെഡിക്കൽ മിഷനിൽ പോലും അഡ്മിഷൻ കിട്ടണമെങ്കിൽ 10 ലക്ഷം കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് നമുക്ക് അറിയാവുന്നു. പലയിടത്തും ഇതേ നടക്കുന്നുണ്ട്. സാഹിബന്മാർ, മിഷണറിമാർ നല്ല ഉദ്ദേശത്തോടെ തുടങ്ങിയതല്ല, എന്നെല്ലാം പോയി. അപ്പോൾ നമുക്ക് സ്നേഹം പ്രകടിപ്പിക്കണം എന്ന് പറയുമ്പോൾ അതുകൊണ്ട് യോഹന്നാൻ അന്നേ എഴുതി, വാക്കിനാലും നാവിനാലും അല്ല, പ്രവൃത്തിയിലും സത്യത്തിലും തന്നെ സ്നേഹിക്കണം. നമ്മൾ വലിയ കാര്യമൊന്നും ചെയ്യണ്ട. നമ്മുടെ ചുറ്റുപാട്, നമ്മുടെ വീട്ടിൽ, നമ്മുടെ അയൽവക്കത്ത് എങ്ങനെ ഇത് പ്രകടിപ്പിക്കാം, എങ്ങനെ വെളിപ്പെടുത്താം, അത് ഓരോരുത്തരും ചിന്തിച്ച് തീരുമാനിച്ചാൽ മതി. അത്രയും പറഞ്ഞാൽ അത് വിടുകയാണ്. 8ാമത്തെ ചോദ്യം, 2 ചോദ്യങ്ങൾ കൂടെ ഉണ്ട്. 8ാമത്തേത് വായിച്ചോ. ക്രിസ്ത്യ ജീവിതത്തിൻ്റെ അവിടെ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഭാഗം ഒന്ന് എടുക്കുകയും കൂടെ ചെയ്യുക. നോട്ട്സ് അങ്ങ് വായിച്ചോ. ആദ്യം സഹോദരപ്രീതി, പരസ്പര ബഹുമാനം, തീക്ഷ്ണത, പരിശോധനകളിൽ സഹിഷ്ണുത, ആതിഥ്യ ഔദാര്യം, ആത്മാവിൽ നിറഞ്ഞ ഒരു വിശ്വാസിയുടെ അടയാളങ്ങളായി അനേക കാര്യങ്ങൾ പറഞ്ഞത് ഞാൻ സംക്ഷേപിച്ച് 2 ഭാഗത്തിൽ ഒതുക്കിയിരിക്കുകയാണ്. ആ ഭാഗം കൂടെ ഒന്ന് എടുത്തോ. പൗലോസ് പറയുന്ന എല്ലാം എനിക്ക് വിശദീകരിക്കാൻ പറ്റത്തില്ല, ഞാൻ ചിലതൊക്കെ ഒന്ന് പറയാം. അത്രയും മതി. സഹോദരപ്രീതി, ബ്രദർലി ലവ്, അതാണ് ഫിലാദൽഫിയ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. അങ്ങനെ സ്ഥലം അമേരിക്കയിലുണ്ട്. സഹോദരപ്രീതി വാസ്തവത്തിൽ 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളുടെ മുഖമുദ്ര ഇതുതന്നെ ആയിരുന്നു. അക്കാലത്തെ ക്രിസ്ത്യാനികളെ കണ്ടിട്ട് ഏതോ ഒരു റോമൻ ഗവർണർ, പിലാത്തോസിന് ശേഷം വന്ന ഒരു ഗവർണർ, പ്ലിനി ആണെന്ന് തോന്നുന്നു, അദ്ദേഹം ഇത് എഴുതി വെച്ചിട്ടുണ്ട്, ചരിത്രത്തിലുണ്ട്. റോമ ഗവൺമെൻറ് എഴുതി, ഇപ്പോൾ ഒരു പുതിയ കൂട്ടർ ക്രിസ്തുവിൻ്റെ പേരിൽ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അവരുടെ പ്രത്യേകത ഇതൊക്കെയാണ്. അവരെ എല്ലാവരും അവർ സഹോദരന്മാരെന്നാണ് അന്യോന്യം വിളിക്കുന്നത്. സഹോദരിമാരെന്നാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലാണ് ജീവിക്കുന്നത്. ഇതൊക്കെ ഒരു അക്രൈസ്തവൻ, ഒരു റോമാക്കാരൻ ഗവർണർ ഇത് എഴുതിയാണെന്ന് സീസൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചരിത്രമാണ്. അപ്പോൾ സഹോദരപ്രീതിയൊക്കെ അന്നത്തെ മുഖമുദ്രയായിരുന്നു. ബഹുമാനിക്കുന്നതിൽ അന്യോന്യം മുന്നിട്ടുകൊള്ളി. വാസ്തവത്തിൽ ഇത് മൂലഭാഷയും തർജ്ജമ ചെയ്താൽ അതിൽ മത്സരിപ്പിൻ എന്നാണ്. സഹോദരന്മാർ തമ്മിൽ മത്സരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരു കാര്യത്തിൽ മാത്രമേ മത്സരം അനുവദിച്ചിട്ടുള്ളൂ. എന്തിലാണ്? അന്യോന്യം ബഹുമാനിക്കുന്നതിൽ മത്സരിച്ചു, അല്ലാതെ മത്സരിക്കരുത്. നമുക്ക് നേരെ തിരിച്ചാണല്ലേ, മറ്റൊരാൾ ചവിട്ടി താഴ്ത്തി ഉന്നത സ്ഥാനത്ത് കയറാനാണ് മത്സരം, അല്ലേ? എന്നാൽ അതല്ല, ബഹുമാനിക്കുന്നത് അന്യോന്യം മുന്നിട്ട് കൊള്ളി. പിന്നെ ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവനായി. മലയാളം ബൈബിളിലെ ഒരു പഴയ വാക്കാണ് എരി. നല്ല വാക്കാണല്ലേ, നമുക്ക് ആശയം മനസ്സിലായല്ലോ. സെലസ്, തീഷ്ണതയുള്ളവരാണ്. ഉത്സാഹത്തിൻ്റെ ഉച്ചകോടിയാണ് എരിവ് എന്ന് പറയുന്നത്. ഒരു തീഷ്ണത വേണം. ഇന്ന് ദുഃഖം എന്ന് പറഞ്ഞാൽ നമുക്ക് ഉത്സാഹം തന്നെ കൈമോശം വന്നു. ആത്മീയ കാര്യങ്ങളിൽ എത്ര ഉത്സാഹമുണ്ട് നമുക്ക്, അല്ലേ? നമുക്ക് എത്രത്തോളം ഉത്സാഹവും തീഷ്ണതയും ഒന്നുമില്ല. അതൊക്കെ കൈമോശം വന്നു. പഴയ കാലത്തെ ഭക്തന്മാർക്ക് ആ തീഷ്ണത ഉണ്ടായിരുന്നു.
ഈ തേനീച്ചകളെ കുറിച്ച് പഠനം നടത്തിയിട്ടുള്ളവർ പറയുന്നത് ഈ തേനീച്ചകൾ അറിയാമോ, ഒരു ചെറിയ ഇൻസെക്ട്, ചെറിയ ജീവിയാണ് തേനീച്ച. തേനീച്ചകൾക്ക് എവിടെ നിന്നാണ് തേൻ കിട്ടുന്നത്? എവിടെ നിന്നാണ്? പൂക്കളിൽ നിന്നാണ്. ഇന്ന് എത്ര പൂക്കളുണ്ട് അല്ലേ? അവർ ശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നത് ഈ തേനീച്ച രാവിലെ ഇറങ്ങും തേൻ അന്വേഷിച്ച്. അപ്പോൾ പഴുത്തും പൂവില്ലെങ്കിൽ ഈ പൂ കാണുന്നത് വരെ ചിലപ്പോൾ സഞ്ചരിച്ച് 30-40 കിലോമീറ്റർ വരെ ആവശ്യമെങ്കിൽ, എല്ലാ ദിവസവും ആവശ്യമെങ്കിൽ ഒരു തേനീച്ച സഞ്ചരിക്കുന്നതാണ് പറയുന്നത്. വിശ്വസിക്കാൻ പ്രയാസം. ഈ ഒരു ചെറിയ പ്രാണി ഇത്രയും ദൂരമൊക്കെ പറന്നു പോകും. നമുക്ക് അത്ഭുതം തോന്നും. എന്തിനാണ്? തേൻ അന്വേഷിക്കുന്നത്. ഞാനത് വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു പോയി. നമ്മൾ എന്താണ് ബൈബിളിനെ കുറിച്ച് പറയുന്നത്? സ്വീറ്റർ ദാൻ ഹണി അല്ലേ? തേനേക്കാട്ടിലും തേൻകട്ടേക്കാളും മാധുര്യമേറിയതാണ്. ഒരു തേനീച്ച തേൻ അന്വേഷിച്ച് 40 കിലോമീറ്റർ വരെ പോകും. നമ്മളോ തേനേക്കാളും തേൻകട്ടേക്കാളും മാധുര്യമേറിയ ദൈവവചനം കേൾക്കാൻ വേണ്ടി 40 കിലോമീറ്റർ പോട്ടെ 4 കിലോമീറ്റർ പോകാൻ പോലും പലപ്പോഴും വിശ്വാസികൾ ഒരുക്കമല്ല. എവിടെയാണ് നമ്മുടെ ഉത്സാഹം? എവിടെയാണ് തീഷ്ണത? അത് ആത്മപരിശോധന. ഇങ്ങനെ ഇതിനെക്കുറിച്ച് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. പിന്നെ ആദിത്യ മര്യാദ, അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഔദാര്യം. പിന്നെ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? വിശുദ്ധന്മാരുടെ 11-ാം വാക്യം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരമായിരിക്കുകയും ചെയ്യും. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. അത് കൽപ്പനയാണ്. നമ്മളൊക്കെ കർത്താവിന് കൊടുക്കുന്നവരാണല്ലേ, നല്ല കാര്യം. പക്ഷേ നമ്മൾ കൊടുക്കുമെന്ന് പറയുന്നത് ഏതാണ്? പലപ്പോഴും ഞായറാഴ്ച ചെന്ന് സ്തോത്രാഴ്ച എടുക്കും, അതിൽ ഒതുങ്ങിപ്പോകാറുണ്ട്. അത് വേണം തീർച്ചയായിട്ടും. അതും ആ സ്തോത്രാഴ്ചയിൽ സഭ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾക്ക് കൂട്ടായ്മ കാണിക്കാനും സുവിശേഷന്മാരെ സഹായിക്കാനും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ട് നമുക്ക് കൽപ്പനയാണ് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഇന്ന് ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ, ഈ ഗ്രൂപ്പിലൊക്കെ അങ്ങനെ നല്ലതാണ്. ചില ഗ്രൂപ്പുകളിലൊക്കെ നമുക്ക് ഈ പ്രെയർ റിക്വസ്റ്റ് വരും. ഇന്ന ആൾ രോഗിയാണ്, അല്ലെങ്കിൽ ഇന്നയാൾക്കൊരു അപകടം പറ്റി, ഇന്നയാൾക്കോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഒരു റിക്വസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? എനിക്ക് തോന്നുന്നത് പലപ്പോഴും നമ്മുടെ സഭകളുടെ ഗ്രൂപ്പുകൾ നോക്കിയാൽ അറിയാം. സഭകളുടെ ഗ്രൂപ്പിൽ തന്നെ ഓരോരുത്തർക്കും റിക്വസ്റ്റ് ഇടുമ്പോൾ നമ്മൾ എന്താണ് പെട്ടെന്ന് ചെയ്യുന്നത്? ഇപ്പം പ്രാർത്ഥനയുടെ ഒരു ഇമോജി ഉണ്ടല്ലേ, അത് സൗകര്യമാണ്, അതങ്ങോട്ട് അടിച്ച് വിട്ടു. ഞാനൊരു പ്രായോഗിക നിർദ്ദേശം തരാണ്, ഞാനത് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞത് ഏറ്റവും കുറഞ്ഞത് ഇതിങ്ങനെ അടിച്ചിരുന്നതിന് മുമ്പ് തന്നെ ആ വിഷയം വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യങ്ങളും പ്രാർത്ഥിച്ചിട്ടതില്ലാവും. അങ്ങനെയാണ് നമ്മൾ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ. പിന്നെ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്നെ അറിയത്തില്ല, ചിലപ്പോൾ സാമ്പത്തിക ആവശ്യം കാണും, അത് അന്വേഷിക്കണം. ഞാൻ എല്ലാവരും അറിയും. ഇപ്പോൾ നമ്മളൊരു ഇമോജി ഇട്ട് തൃപ്തരായി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ 1 സെക്കൻഡ് പ്രാർത്ഥന നടത്തും. അതൊന്നും പോരാ. അതിനപ്പുറമായിട്ട് ചിലതൊക്കെ പറ്റുന്നത് ഞാൻ എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. ചിലർക്കാണെങ്കിൽ ആരോഗ്യമുണ്ട്, വാഹനമുണ്ട്, വേണമെങ്കിൽ പോയി അന്വേഷിക്കാം. ചിലർക്ക് അത്രയും പറ്റുകയില്ല, ഇല്ല അത് പ്രാർത്ഥിക്കണം. എന്നാൽ മറ്റുള്ളവർക്ക് പോകാൻ പറ്റുമെങ്കിൽ സാമ്പത്തികമായി സഹായിക്കാൻ സാധിക്കും, അത് അന്വേഷിക്കണം, അങ്ങനെ കൊടുക്കണം. അങ്ങനെ പല കാര്യങ്ങളുണ്ട്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമാണ്. പലരും വിശ്വസ്തയോടെ ചെയ്യുന്നുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ എല്ലാവരുടെയും ഓർമ്മ പുതുക്കാൻ വേണ്ടിയും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം കൽപ്പനയാണ്. ആദ്യം നമ്മൾ കണ്ടു, നമ്മുടെ ശരീരത്തെ സമർപ്പിക്കണം. അങ്ങനെ ശരീരത്തെ സമർപ്പിച്ചവർ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇങ്ങോട്ടെല്ലാം പറയുന്നത്. ഓക്കെ, 9-ാമത്തെ ചോദ്യം. ക്രിസ്ത്യാനികൾ തങ്ങളോട് മോശമായി പെരുമാറുന്നവരോട് എങ്ങനെ പ്രതികരിക്കണം? നേരത്തെ പറഞ്ഞാൽ വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ്. വിശ്വാസികളോട് എങ്ങനെ പ്രതികരിക്കണം? ഇനി നമുക്ക് ശത്രുക്കളുണ്ട്, അവരോട് അക്രൈസ്തവരുണ്ട്, അവിശ്വാസികളുണ്ട്, അവരാണല്ലോ ഭൂരിപക്ഷം. അവർ പലപ്പോഴും നമ്മളെ ഉപദ്രവിക്കുന്നവരാണ്, നമ്മളെ ശകാരിക്കുന്നവരാണ്. അവരോട് എങ്ങനെ പ്രതികരിക്കണം? വാക്യം 14, 17 പിന്നെ 17 മുതൽ 21 വരെ. ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക, തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക, നന്മ കൊണ്ട് തിന്മയെ ജയിക്കുക, പ്രതികാരത്തിന് അതീതമായി ജീവിക്കുക, ക്രിസ്തു സമാന സ്വഭാവം പ്രകടിപ്പിക്കുക എന്നാണ് പൗലോസ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒറ്റ വാചകം എഴുതിയിരിക്കുകയാണ്. നമുക്കതിൻ്റെ നല്ല ഉദാഹരണങ്ങളുണ്ടല്ലേ. നമ്മൾ ഗ്രഹാം സ്റ്റേൻസിൻ്റെ കാര്യമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. ഗ്രഹാം സ്റ്റേൻസ് കൊല്ലപ്പെട്ടപ്പോൾ ഗ്ലാഡിസ് സ്റ്റേൻസ് എങ്ങനെയാണ് പ്രതികരിച്ചത്? അടുത്ത കാലത്ത് ചാർലി ക്രിക്ക്, അമേരിക്കയിലെ താനൊരു സാമൂഹ്യ പ്രവർത്തനവുമായിരുന്നു, അതേസമയം ക്രിസ്ത്യാനിയുമായിരുന്നു. താൻ മരിച്ചപ്പോഴും ചാർലി ക്രിക്കിൻ്റെ വൈഫിൻ്റെയൊക്കെ വീഡിയോസ് ഇപ്പോഴും ധാരാളമുണ്ട്, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ അത് സാധിച്ചു, അത് വലിയ കാര്യമാണ്. നമുക്ക് വിദ്വേഷമില്ല, ശത്രുക്കൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നു.
അവരും രക്ഷിക്കപ്പെടണമെന്നുള്ള പ്രാർത്ഥന. അതാണ് നമുക്ക് ചെയ്യേണ്ടത്. വളരെ ബുദ്ധിമുട്ടാണ്, പറയാൻ എളുപ്പമാണ്. നമുക്ക് സ്വാഭാവികമായിട്ട് വരുന്നൊരു പ്രതികാര ചിന്തയാണ് അല്ലേ? പക്ഷെ ആ പ്രതികാര ചിന്തയില്ലാതെ ക്ഷമിക്കാൻ നമ്മൾ പഠിക്കണം. 21 വാക്യങ്ങൾ വായിക്കുക. 21 വാക്യത്തിൽ തിന്മയെ നന്മയാൽ ജയിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? ശത്രുവിനോട് ദയോടെയും സ്നേഹത്തോടെയും പ്രതികരിക്കുക. അങ്ങനെ ശത്രുക്കളെ സുഹൃത്തുക്കളാക്കി മാറ്റുക എന്നാണ് ഇതിനർത്ഥം. ക്രിസ്ത്യാനിയുടെ ആത്മീയ വിജയത്തിലുള്ള വഴി ഇതാണെന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. ഇതിലെല്ലാം മാതൃക ആരാണ്? നമ്മുടെ കർത്താവ് തന്നെയാണ് അല്ലേ? ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കർത്താവാണ്. ലൂക്കോസ് 24 നാം എന്താണ് വായിക്കുന്നത്? ക്രൂശിൽ അതിവേദന എടുത്ത് കിടക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നത്തെന്നറിയായതുകൊണ്ട് ഇവരോട് ക്ഷമിക്കാറുണ്ട്. കർത്താവിനെ പ്രാർത്ഥിച്ചത് വളരെ അപൂർവമായ സുപ്രസിദ്ധമായൊരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന തന്നെ പലരെയും രക്ഷയിലേക്ക് നയിച്ചിട്ടുണ്ട്. ഉദാഹരണമൊന്നും പറയുന്നില്ല. അങ്ങനെ പ്രാർത്ഥിക്കാൻ സാധാരണ ഒരാൾക്ക് കഴിയത്തില്ല. കർത്താവിനത് കഴിഞ്ഞു. സ്തേഫാനോസും മുട്ടുകുത്തി അവരുടെ പാവം നിർത്തരുതേ എന്ന് പ്രാർത്ഥിച്ചാണ് സ്തേഫാനോസ് മരിക്കുന്നത്. പ്രവൃത്തി 7-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക്, അതൊക്കെ ഉന്നതമായ ലെവലാണ്. ഇനി പഴയത്തെ നല്ലൊരു ഉദാഹരണം ഉണ്ടല്ലോ. ആരുടെ ഉദാഹരണമാണ്? ശത്രുക്കളോട് ക്ഷമിച്ചതിൻ്റെ നല്ല ഉദാഹരണം യോസഫാണ് അല്ലേ? കാരണം സഹോദരന്മാർ തന്നെ ശത്രുക്കളായിരുന്നു. 50-ാം അധ്യായത്തിൻ്റെ 17 മുതൽ വായിക്കുമ്പോൾ അറിയാം. യാക്കോബ് മരിച്ചതിന് ശേഷം സഹോദരന്മാർക്ക് പേടിയായി. എന്താണ് പേടി? യോസഫ് അവരുടെ പ്രതികാരം ചെയ്യും. അപ്പോൾ യോസഫ് പറയുന്നുണ്ട്, നിങ്ങളല്ല ദൈവമാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്, അത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്. ഞാൻ നിങ്ങളോട് പ്രതികാരം ചെയ്തില്ലെന്ന് മാത്രമല്ല, ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുകുട്ടികളെയും പോറ്റി രക്ഷിക്കണം പറയുന്നത്. യോസഫിൻ്റെ ക്ഷമ വളരെ ഉദാത്തമായ ക്ഷമയാണ്. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഒരു ചിത്രമാണ്, നിഴലാണെന്ന് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ചിലരുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്, പുതിയ നിയമത്തിലും. കർത്താവിനെയാണ് മാതൃക, അപ്പോസ്തലന്മാരുടെ മാതൃകയാണ്. ഇതെല്ലാം നമുക്കും ഒരു മാതൃകയാണ്. നമ്മളാണ് മാതൃക. നമ്മളിത് മനസ്സിലാക്കി വളരെ ദൈവകൃപ വേണം ഇതൊക്കെ ചെയ്യാൻ. വളരെ പ്രാർത്ഥനയോടെ ദൈവകൃപയോടെ വരുന്ന ആളുകൾ ഇത് ചെയ്യണം. അങ്ങനെ വളരെ പ്രായോഗികമായ അനേക കാര്യങ്ങളാണ് 12-ാം അധ്യായത്തിൽ പറയുന്നത്. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു.